പരമ്പര തുടരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ബാബു സാറിനെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി. പിന്നെയും കർത്താവ് പ്രിയദാസനെ സഹായിക്കേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം. ആമേൻ. അവിടെ ഇരുന്നു കൊണ്ട് രാത്രി ഉറക്കളച്ചിരുന്നു കൊണ്ടാണ് പ്രിയ ബ്രദർ രാകേഷ് ബ്രദറും ആശാ സിസ്റ്ററും ഈ നമുക്ക് പ്ലാറ്റ്ഫോം അവിടെ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഹലേലിയയുടെ പ്ലാറ്റ്ഫോം ഇതുപോലെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന പ്രിയ സാങ്കുട്ടിച്ചാനെയും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രദർ തോംസൺ ഫ്രെഡറിക്കിനെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ദൈവവചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഈ വർഷത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക്, അവസാനത്തെ ഞായറാഴ്ചയുടെ സന്ധ്യാസമയത്തേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നന്ദിയോടെ ദൈവകരങ്ങളെ ഭരമേൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് ഒരു നിമിഷം നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ജയകരമായ ജീവൻ നയിക്കുവാൻ നമ്മെ സഹായിച്ച കർത്താവ്, ആമേൻ, അവന്റെ പാദപീഠത്തിങ്കൽ താണിരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ ശ്രദ്ധിച്ച് പഠിച്ച് പിന്നെയും 2022 കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് കർത്താവ് കൃപ ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ആമേൻ കർത്താവിൻ ദാസൻ പാസ്റ്റർ കെ ജോൺ പാസ്റ്റർ ഖത്തറിൽ നിന്ന് നമ്മോട് മധ്യത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവദാസൻ ഒരു വാക്കിൽ ഈ സമയം ആമേൻ ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. പാസ്റ്ററെ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യ വേളയിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കർത്താവേ ഞങ്ങൾക്ക് വചനം പഠിക്കുവാൻ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയതായ ഈ പ്ലാറ്റ്ഫോമിനായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, വചനം ശ്രവിപ്പാൻ ആവശ്യമായ ദൈവകൃപ എല്ലാവരിലും അവിടുന്ന് പ്രദാനം ചെയ്യുമാറാകണമേ. ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഈ സെഷൻ ലീഡ് ചെയ്യുന്നതായ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകാൽ ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നതായ പ്രിയ ഹല്ലേലൂയ അനൂജ് ബാലകൃഷ്ണൻ സാറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ഷൈനിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേലുണ്ടായിരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു തരുവാൻ കർത്താവ് നിയമിച്ചാക്കിയിരിക്കുന്നു. ഞങ്ങൾ വിലപ്പെട്ട ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ ബാബു ജോണിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരത്തെ ബലപ്പെടുത്തുമാറാകണമേ. സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ ദൈവത്തിന്റെ ആഴമായ ജ്ഞാനം കർത്താവ് ദാസന്മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സെഷൻ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തരുമാറാകണമേ കർത്താവ്. ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്നതായ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാകേഷിനായി കർത്താവേ സെഷനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണമേ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചുക്കാൻ പിടിക്കുന്നതായ ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം പ്രത്യേകാൽ. ഹല്ലേലൂയ. കർത്താവേ സാംകുട്ടി ഭാഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മറയ്ക്കുമാറാകണം. താൻ ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങളുമേലും ദൈവത്തിന്റെ ആഴമായ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമേ. പ്രാർത്ഥിച്ച ഈ സെഷൻ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവിന്റെ കൃപയിൽ നിർത്തിക്കാട്ടോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രിയ പാസ്റ്റർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വ്യാഴാഴ്ച നമ്മൾ തുടങ്ങി വെച്ചതായ ക്ലാസിന്റെ 2ാമത്തെ ടോക്ക് ഷോ സെഷനിലേക്കാണ് ഇന്ന് സന്ധ്യാസമയത്ത് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ബാബു ജോൺ വേട്ടമല, ബ്രദർ അനൂജ് ബാലകൃഷ്ണൻ കണ്ണൂർ, സിസ്റ്റർ ഷൈനി ബാബു ഖത്തർ. ഈ പ്രിയപ്പെട്ടവരാണ് ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് ലഭിക്കുവാൻ കൂടിയായി തീർന്നു. അതിൻ്റെ തുടർച്ചയായുള്ള ഭാഗം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് കർത്താവിൻ്റെ ദാസന്മാരെ ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സ്തോത്രം. എല്ലാരും കേൾക്കാമോ? കേൾക്കാം സാറേ. സകല ലോകത്തിനും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ ടീമിന് എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നിരിക്കുന്ന അനൂജ് ബാലകൃഷ്ണൻ സാറിനായും ഷൈനി ബാബുനായും നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമുക്ക് ഈ ടോക്ക് ഷോയുടെ ഈ പാർട്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന വിഷയമാണ് നമ്മൾ
ഇന്നും എടുത്തിരിക്കുന്നത്. ആ ടോക്ക് ഷോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നതിന് വേണ്ടി മുൻപോട്ട് വരും. നമ്മൾ വളരെ സ്നേഹിക്കുന്ന നമ്മുടെ ആക്റ്റീവ് പാർട്ടായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ ജോൺ അവരുകളെ ആ ചോദ്യം ചോദിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അവസരം തന്നതായ കർത്താവിന്റെ ദാസന്മാരോട് പ്രത്യേകിച്ച് ഡോക്ടർ ബാബുജോൺ സാറിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതായ ചോദ്യം കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ളതായ ബന്ധത്തിലാണ്. നാം വിശ്വസിച്ച് കരുതി വരുന്നതും കേട്ടുവരുന്നതും ആയ ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ളത്. വേദപുസ്തകത്തിൽ അതിന് കാര്യമായ പിൻബലം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം എനിക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ പ്രിയപ്പെട്ടവർ ശബത്ത് നാളിന്റെ തലേന്ന് എന്നുള്ളതായ നിലയിലാണ് വെള്ളിയാഴ്ചയായി സങ്കല്പിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ചയാണ് കർത്താവിനെ ക്രൂശിച്ചതെങ്കിൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ടിടയായി, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. 3 പകലും 3 രാവും എന്ന് പറയുമ്പോൾ 72 hours ആണ്. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യായാഗത്തിന്റെ സമയത്ത് ക്രൂശിക്കപ്പെടുന്നതായ കർത്താവ് സൺഡേ അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സൺഡേ എന്ന് പറയുന്ന ദിവസം ഏർലി മോർണിംഗിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റാൽ ആ 72 hours ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതെങ്ങനെ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. ഇനിയും അതോടുള്ളതായ ബന്ധത്തിലുള്ളതായ മറ്റൊരു പഠനം ഞാൻ കേട്ടിട്ടുള്ളത്, കർത്താവ് തൻ്റെ വാക്ക് ഒരിക്കലും കള്ളം പറയുകയില്ല. അതുകൊണ്ട് 72 hours പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവ് മരിച്ചത് ബുധനാഴ്ചയായിരിക്കണം. അങ്ങനെയെങ്കിൽ ശബത്ത് നാളിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നതായ വലിയ ശബത്ത് എന്നുള്ളതായ ഒരു പദപ്രയോഗം അവിടെയുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അതോടുള്ളതായ ബന്ധത്തിൽ പഠിക്കുമ്പോൾ ബുധനാഴ്ചയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്നും അങ്ങനെയെങ്കിൽ കറക്റ്റ് 72 hours താൻ പറഞ്ഞതുപോലെ ഭൂമിക്കടിയിൽ ആയിരുന്നു എന്നും ഉള്ളതായ വാദമാണ്. അപ്പോൾ ഈ 2 വാദഗതികൾ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ ക്രൂശമരണം വെള്ളിയാഴ്ചയാണോ അതോ ബുധനാഴ്ചയാണോ എന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ആ കാര്യം ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ചോദ്യമാണ് ചോദിക്കുവാൻ ആഗ്രഹിച്ചത്. അത് ബാബു സാറിനോട് ആ ചോദ്യം സ്തോത്രം. ഐ വെൽക്കം യുവർ ക്വസ്റ്റ്യൻ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ആചരിക്കുന്ന നടന്നു. അത് മാത്രമല്ല, യേശു ക്രിസ്തു ജനിച്ചു വീണത് എവിടാ? ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണോ അതോ ഒരു സത്രത്തിലാണോ? വിദ്വാൻമാർ യേശുവിനെ പുൽക്കൊട്ടിൽ തൊട്ടിലാണെന്ന് വന്ന് കണ്ടത് അതോ വേറെ എവിടെയെങ്കിലുമാണ്? യേശു ക്രിസ്തു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എന്തോ ചെയ്യുമായിരുന്നു. 3-ാം നാൾ കാനാവിൽ കല്യാണം ഉണ്ടായി. അപ്പൊ 1-2 ദിവസം യേശു ഉണ്ടായിരുന്നു. കാനാവിൽ ആരുടെ കല്യാണമായിരുന്നു? ഒരു വരണ്ട കൈയുള്ള മനുഷ്യൻ വരുന്നു. ഇയാൾക്ക് പേരും അഡ്രസ്സും ഒന്നുമില്ല. ഇയാൾ ആരാ? ഇയാൾ എവിടുന്ന് വരിക? നയീൻ പട്ടണത്തിൽ ഒരു സ്ത്രീയുടെ മകൻ മരിച്ചപ്പോ വിധവയുടെ മകൻ വെച്ചപ്പോ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വിളിച്ചിട്ട് പോയതല്ല, അറിഞ്ഞു പോവുക, ഹൃദയത്തിൽ അറിഞ്ഞു പോവുക, അല്ലാതെ ന്യൂസ് വായിച്ചറിഞ്ഞതുമല്ല. ഈ 3.5 വർഷം പലസ്തീൻ നാട്ടിൽ മരിച്ച എല്ലാ ആളുകളും കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ ഇയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകാൻ കാരണം എന്താ? ഒരു വീടിന്റെ മേൽക്കൂര പൊളിച്ചല്ലയോ 4 പേര് കൂടി ഉയർത്തിനെ പക്ഷപാതക്കാരനെ ഇറക്കിയത്. ഒരു വീടിന്റെ മേൽക്കൂര അത്ര നിസ്സാരമായിട്ട് പൊളിച്ച് കട്ടൽ ഇറക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ തുടങ്ങുക 100 ചോദ്യങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ബേത്ലഹേമിലെ ജനനം മുതൽ ഒലിവുമലയിൽ നിന്നുള്ള സർക്കാരോണം. ഇതൊക്കെ നമുക്ക് അറിയണ്ടായോ?
ഇതൊക്കെ വിശദമായി ചരിത്ര പശ്ചാത്തലത്തിൽ എബ്രായ മൂലഭാഷയുടെ പിൻബലത്തോടുകൂടി പലസ്തീൻ നാടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഴമായി ഇഴകീറി പഠിക്കുന്ന ഒരു തീവ്ര പഠന പരമ്പര ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം 6-ാം തീയതി നമ്മൾ ഹല്ലേലൂയയിൽ ആരംഭിക്കുകയാണ്. അവിടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മറുപടി ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിലേക്ക് വിളിക്കുക, രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഒരുപാട് പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ സീറ്റ് കൊടുക്കാൻ ഞാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ so that you can learn all these things with absolute clarity. തികഞ്ഞ ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യം പഠിക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുറകെ തൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ നമുക്ക് പുറകെ ഒന്ന് നടക്കാം. കർത്താവ് നിന്നിടത്തൊക്കെ ഒന്ന് നിൽക്കാം, കർത്താവ് പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കാം, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് അടുത്തൊന്ന് അറിയാം. ഓക്കെ, so now we are going to start our today's program. So who are the two machine guns on two sides? One machine gun, Anup Balakrishnan, ready to fire at me. And the other machine gun is also ready, I think, with more bullets. And I am going to face all the bullets from both sides. Okay, നമ്മൾ എവിടെ തുടങ്ങിയെന്നറിയാം? നമ്മൾ തുടങ്ങിയത് ദി ഹിസ്റ്റോറിക്കൽ ജീസസ് എന്നതാണ്. അതിലൊരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ കെ ജോൺ പാസ്റ്റർ ചോദിച്ച ചോദ്യം, അദ്ദേഹം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ആ ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. ബിക്കോസ് വി റെസ്പെക്ട് ഹിം ലോട്ട്. മറ്റുള്ളവർ നമുക്ക് റെസ്പെക്ട് ഇല്ലെന്നല്ല എന്നെ അർത്ഥം കേട്ടോ. അപ്പോ പക്ഷെ നമ്മുടെ ഈ ടോപ്പിക്സിൽ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന ടോപ്പിക്സിൽ അത് വരുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ആൻസർ പറഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ വേറെ സിലബസിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്തല്ലോ. ഈ യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷനെ പഠിക്കാൻ 3 സോഴ്സസ് ഉണ്ട്. ഒന്നാമത്തെ സോഴ്സ് വിശുദ്ധ വേദപുസ്തകം, 4 സുവിശേഷങ്ങളും പിന്നെ ബാക്കി അപ്പോസ്തലിക് റൈറ്റിംഗ്സും. അവിടെ ഒരു കാര്യമുണ്ട്, ഈ സുവിശേഷ എഴുത്തുകാരും ചരിത്രകാരന്മാരല്ല. ചരിത്രം എഴുതുക എന്നുള്ള പർപ്പസിലല്ല അവർ എഴുതി. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല, ഡേറ്റ്, ടൈം, ലൊക്കേഷൻസ്, അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ, അതിനോട് ചേർന്ന് നടന്ന കാര്യങ്ങൾ, അതിനനുബന്ധമായി നടന്ന കാര്യങ്ങൾ ഇതൊന്നും പറയുന്നില്ല. അവർ 1-2 സെന്റൻസ് യേശു യെരുശലേമിലെ ബേത്ലഹേമിൽ ജനിച്ചു. ബേത്ലഹേമിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എക്സാക്ട് പ്ലേസ് വേണ്ടായോ, ആ പിറന്നു വീണ സ്ഥലം വേണ്ടായോ, അതവർ പറയുന്നില്ല. കാര്യം അവർ ചരിത്രകാരന്മാരല്ല. അപ്പൊ നമുക്ക് ചരിത്രപരമായി വിശദീകരണം കിട്ടാൻ വേദപുസ്തകത്തെ ആശ്രയിക്കാൻ പറ്റും. നമുക്കൊരു ക്ലൂ മാത്രമേ കിട്ടുള്ളൂ. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ വേദപുസ്തക ചരിത്രകാരന്മാരാണ്, ബൈബിൾ ഹിസ്റ്റോറിയൻസ് ആണ്. ഈ ബൈബിൾ ഹിസ്റ്റോറിയൻസ് എന്തുകൊണ്ടോ ചെയ്ത ദോഷം എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയാം, പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്ത ദോഷം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഡിസ്റ്റോർട്ട് ചെയ്ത് വളച്ചൊടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഒരു സത്യാന്വേഷി വായിച്ചാൽ അവന് തെറ്റിദ്ധാരണകൾ മാത്രം കിട്ടി. യേശു എന്ന ഒരാൾ ജനിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഒരാളെ ഉണ്ടായിട്ടില്ല എന്ന ധാരണയിൽ അവർ വിശ്വാസഗോളത്തിന് പുറത്തു പോകും. ഏത് വായിക്കുമ്പോൾ? ബൈബിൾ ഹിസ്റ്റോറിയൻസ് എഴുതിയ ഹിസ്റ്ററി വായിക്കുമ്പോൾ. ഇനി നമുക്ക് മൂന്നാമതൊരു കൂട്ടരുണ്ട്. ആരാ മൂന്നാമത് കൂട്ടർ എന്ന് പറയുന്നത്? അവര് വേൾഡ് ഹിസ്റ്റോറിയൻസ് ആണ്, ലോക ചരിത്രകാരന്മാരാണ്. അവർ വെറും സ്റ്റുഡൻസ് ആണ്, സ്കോളേഴ്സ്. അവർ ചരിത്രം ആഴത്തിൽ പഠിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ദേ ആർ എക്സ്പേർട്സ് ഇൻ ഏൻഷ്യന്റ് ഹിസ്റ്ററി. ഏൻഷ്യന്റ് എക്സ്പേർട്സ് ഇൻ ഹിസ്റ്ററി ആയി മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഈ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിച്ച് അവർ തന്നെ ഏൻഷ്യന്റ് ആവും. പിന്നെ പിള്ളേർ അവരെ വിളിക്കുന്നത് യു ആർ എൻ ഏൻഷ്യന്റ് പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഏൻഷ്യന്റ് പ്രൊഫസർ ഓഫ് ഏൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് വിളിക്കുന്നതിന് പകരം യു ആർ എൻ ഏൻഷ്യന്റ് പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി എന്നാക്കിക്കളെ. അപ്പം അവരിൽ നല്ല ശതമാനം ആളുകൾ ആരല്ല? ബോൺ ക്രിസ്ത്യൻസ് അല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരുമല്ല. അവരിൽ നമുക്ക് ഒരു കൂട്ടരെ പ്രത്യേകിച്ചെടുക്കാം. ആരെന്നറിയാമോ? അവരെ നമുക്ക് എന്താ പറയുന്നറിയാം, അവരെ നമുക്ക് ജൂവിഷ് അല്ലെ ജർമ്മൻ
ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഇവരാണ് ഡിസ്റ്റോർട്ട് ചെയ്യാതെ ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പം യേശുക്രിസ്തുവിനെ ചരിത്രത്തിൽ പഠിക്കണമെങ്കിൽ ബൈബിൾ നമുക്കൊരു ക്ലൂവേ ഉള്ളൂ. ബൈബിൾ ചരിത്രകാരന്മാരെന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ ഇത് ഡിസ്റ്റോർട്ട് ചെയ്ത് നാശമാക്കിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഡിസ്റ്റോർട്ട് ചെയ്യാതെ തന്നിരിക്കുന്നത് പ്യുവർ വെൽത്ത് ഹിസ്റ്ററി റൈറ്റേഴ്സാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ ജീസസ്, ദ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഓക്കെ Sir, Yes, sir, George. excuse me. Yeah, Yes. sir, this is a very strong and controversial statement that you have made just now, sir. That Yeah. the world historians, they have enlarged or elaborated Jesus, whereas Yeah. the biblical writers, that the Bible historians, they have distorted or destroyed Jesus. Yes. Is there any specific historic writings you are referring to? How can you substantiate this statement, sir? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വേദപുസ്തക എഴുത്തുകാരെന്ന് പറഞ്ഞ് ചാപ്പ കുത്തി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ വേദപുസ്തകത്തെ യേശുക്രിസ്തുവിനെ നശിപ്പിച്ചു കളഞ്ഞു. വെറും ഹിസ്റ്ററി പ്രൊഫസേഴ്സായ, ഹിസ്റ്ററി അധ്യാപകരായ ആളുകൾ, സ്കോളേഴ്സ്, റിസർച്ചേഴ്സ് യേശുക്രിസ്തുവിനെ ശരിയായി വരച്ച് കാണിച്ചു. അനൂസ് സാർ എന്നോട് ചോദിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ തെളിയിക്കും, എങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും, അതിന് ചരിത്രപരമായ തെളിവുണ്ടോ? ഓക്കെ, നമുക്ക് ചരിത്രപരമായ തെളിവിലേക്ക് പോകാം. ആദ്യം എടുക്കാമേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുമ്പോൾ കർത്താവിനെ കൊല്ലാൻ കഴിയാഞ്ഞതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാൻ ഹെരോദാ ഓർഡർ ഇട്ടു. അങ്ങനെ നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സുവിശേഷന്മാരത് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ട് തീരുന്നു സുവിശേഷന്മാരുടെ അക്കൗണ്ട് അതുകൊണ്ട് തീരുന്നു. ഇനി ബാക്കി എന്താ സംഭവിച്ചത്? അവരൊരു പ്രോഫസിയുടെ പറഞ്ഞു. രാമയിൽ ഒരു കരച്ചിൽ കേട്ടു, റാഹേൽ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവരില്ലാതായിയാൽ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സിലായി. അതൊരു പ്രോഫസിയുടെ കൊട്ടേഷൻ. ഇനി നിങ്ങൾ നോക്കണം, ആരാ ഓർഡർ ഇട്ടത്? ഹെരോദാവ്. അതിനെപ്പറ്റി പറഞ്ഞ ഹെരോദ് ദ ഗ്രേറ്റ്. ഇയാൾക്ക് 10 പെമ്പ്രന്തോരത്തിമാരും ഭാര്യമാരും, അതിലെല്ലാം 3-4 പിള്ളേരും. ലോകത്തിലെ ഏറ്റവും ധനികരായ മനുഷ്യനാണ്. ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഡ്യൂറിംഗ് ഹിസ് ടൈം. ഇത്രയും ദുഷ്ടത പ്രവർത്തിച്ചൊരു മനുഷ്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇയാളെ എന്തിനാ ഗ്രേറ്റ് എന്ന് വിളിക്കുന്ന അറിയത്തില്ല. ഇയാൾ ഒരു ഗ്രേറ്റ്നെസ്സും ഉണ്ട്. അയാളുടെ ഏറ്റവും സുന്ദരിയായ ഭാര്യമാരുടെ ഒരാളായ മരിയാമി എന്ന യഹൂദ സ്ത്രീയെ അയാൾ കൊന്നുകളഞ്ഞു. എന്റെ മക്കളിൽ 3-4 എണ്ണത്തിനെ അയാൾ കൊന്നുകളഞ്ഞു. കേട്ടോണേ, ഇയാൾക്ക് കുറച്ചാൾ കഴിഞ്ഞപ്പോ ഒരു പനി വന്നു. കേട്ടോണം, ഒരു പനി വന്നു. ഭയങ്കര പനിയല്ല, ഒരു പനിയും വിറയലും. ഈ പനിയും വിറയലും മാറുന്നില്ല. എത്ര മരുന്ന് കഴിച്ചു. ഈ പനിയും വിറയലായിട്ട് മുന്നോട്ട് പോകുന്നതിന് എന്തെന്നറിയാമോ? ഇയാൾക്ക് ഒരു ചൊറിച്ചിലൂടെ വന്നു. മേല് വീഴും ചൊറിഞ്ഞു അവസാനം ആളുകളെ കൂലിക്കിരുത്തി ചൊറിച്ചിൽ മാറുന്നില്ല. മനസ്സിലായോ? ഈ പനിയും ചൊറിച്ചിലുണ്ട്. പനിയും മാറിയില്ല, ചൊറിച്ചിലും മാറില്ല. ഈ പനിയും ചൊറിച്ചിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എന്ത് പറ്റുന്നറിയാമോ? ഇയാൾക്ക് ഡ്രോപ്സി എന്നൊരു ദീനമുണ്ട്. ഡ്രോപ്സി എന്ന് പറഞ്ഞാല് കരളിൽ വെള്ളം കെട്ടിയിട്ട് അത് താഴോട്ടിറങ്ങി കാലിന്റെ വെള്ളയ്ക്ക് വന്ന് കെട്ടി നിന്നിട്ട് കാലിന്റെ വെള്ളം പൊട്ടുക. ഇതാ ഡ്രോപ്സി. അപ്പൊ പുള്ളിക്ക് നടക്കാനൊക്കത്തില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? ഒരിടക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോ എന്തോ പറ്റി? പുള്ളിയുടെ പൃഷ്ഠമുണ്ടല്ലോ, ബാക്ക്, അവിടെ ഒരു ഇൻഫെക്ഷൻ അടിച്ചു. അപ്പൊ ബാക്കിൽ ഇൻഫെക്ഷൻ അടിച്ചു. പിന്നെ പറ്റിയ കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ പനി മാറിയില്ല, ചൊറിച്ചിൽ മാറിയില്ല, മറ്റേ കാലയിലെ നീര് വെള്ളം പോകുന്ന അത് മാറിയില്ല, പൃഷ്ഠത്തിൽ ഇൻഫെക്ഷനുമായി. കുറച്ച് കഴിഞ്ഞപ്പോ ജെനിറ്റൽ ഏരിയ എല്ലാം അങ്ങ് പഴുത്തു. അപ്പൊ ഇനി 9 ഭാര്യമാര് ബാക്കിയുണ്ട്. അവിടെ ഗുണമില്ല. മേത്ത് ഒരു നൂല് തുണി ഇടാൻ പറ്റത്തില്ല. നഗ്നനായിട്ട് വലിയ ഇല വെട്ടിയിട്ട് അതേ കിടത്തിയിരിക്കുക. ഇതേ കിടന്ന് പിടയ്ക്കുക, പുഴു പോലെ. 1-2 ദിവസമല്ല, മാസങ്ങൾ പെടഞ്ഞ് ഹെരോദ് ദ ഗ്രേറ്റ് ഏറ്റവും പരിഹാസ്യനായി ഈ ലോകം വിട്ടുപോയി. ഇത്രയും പരിഹാസ്യനായി മരിച്ച ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. അത്ര പരിഹാസപാത്രമായി
അയാൾ മരിച്ചു. ഞാൻ എവിടുന്ന ഇത് പറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞത് ജോസീഫസ് എഴുതിയിരിക്കുക 28 സ്ക്രോൾസിലായി. ജോസീഫസ് എഴുതിയിരിക്കുക ഏത് പുസ്തകത്തിൽ? ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിൽ ജോസീഫസ് എഴുതിയിരിക്കുക. ഇത് ഒരു ബൈബിൾ വായിക്കുന്ന ആളിനെ സംബന്ധിച്ചുള്ള അറിയേണ്ട കാര്യമാണോ? അറിയേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അറിയേണ്ട കാര്യമാ? കാരണം അത്രയും വലിയ ദുഷ്ടത കാണിച്ച ആ മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയണം, അല്ലേ? പക്ഷെ വേദപുസ്തക എഴുത്തുകാർ അത് എഴുതുന്നില്ല. അതിന് കാരണമുണ്ട്, പല റീസൺസ് കൊണ്ട് വരാതിരിക്കാൻ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് എവിടെ കിട്ടി? നമുക്ക് വേൾഡ് ഹിസ്റ്ററി നോക്കിയപ്പം നമുക്ക് അതിനകത്ത് കിട്ടി, അല്ലേ? ഇനി നമുക്ക് സഭയുടെ ആദ്യത്തെ ബിഷപ്പ് ആരായിരുന്നു? വാട്ട്സ് ദ ഫസ്റ്റ് ബിഷപ്പ് ഓഫ് ദ ചർച്ച്? നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആരാണെന്നാണ്? പത്രോസ് ആദ്യത്തെ ബിഷപ്പ് എന്നാണ്. പക്ഷെ പത്രോസ് അല്ല ആദ്യത്തെ ബിഷപ്പ്. ദ ഫസ്റ്റ് ലീഡർ ഓഫ് ദ ചർച്ച്, പ്രസിഡന്റ് ഓഫ് ദ ചർച്ച്, അത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ജെറുസലേം കൗൺസിലിന്റെ ലീഡറായിട്ടിരുന്ന അപ്പോസ്തലനും ആദ്യത്തെ അപ്പോസ്തലിക്ക് റൈറ്റിംഗ് എഴുതിയ ആള് അപ്പോസ്തലനായ യാക്കോബാണ്. യാക്കോബിന് എന്താ പറ്റിയത്? 29 വർഷം കഴിഞ്ഞപ്പോൾ 69 AD കർത്താവിനെ ക്രൂശിച്ചതുപോലെ ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ, പ്രത്യേകിച്ച് ഒന്ന് എഴുതിയെടുത്തോണം, കാര്യം കേജോൺ പാസ്റ്റർ ചോദ്യമുണ്ട് അവിടെ. ഒരു വെള്ളിയാഴ്ച വന്നപ്പം ഇതേ ആളിനെ, ഈ യാക്കോബിനെ വിസ്താരത്തിന് വിളിക്കുക. ആരാ യാക്കോബ്? കർത്താവിന്റെ ആദ്യത്തെ സഹോദരൻ. കർത്താവ് കഴിഞ്ഞ് മറിയ പ്രസവിച്ച 2ാമത്തെ മോൻ കൊണ്ടുവരിക. വിസ്താരത്തിന് കൊണ്ടുവരുമ്പോ റോമൻ നിയമം അനുസരിച്ച് അയാളെ ക്രൂശിക്കണം. ക്രൂശിക്കുന്നതിന് വേണ്ട റോമൻ കോടതിയിൽ വിസ്താരത്തിന് വരുന്നത്. പക്ഷെ വിസ്താരത്തിന് അവിടെ വരുമ്പോ അന്നത്തെ പീലാത്തോസ് ആയിരുന്നു, അതായത് അന്നത്തെ ഗവർണർ ആയിരുന്ന അൽബീനിയസ് അവിടെ വന്നിട്ടില്ല. കാര്യം അയാൾക്ക് ജേണിയിൽ തടസ്സമുണ്ടായി. അയാൾ വരാതിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? റോമൻ കോടതികളെ വിസ്തരിച്ചില്ല. റോമൻ കോടതി വിസ്തരിക്കാൻ ചുണ്ടത് പറ്റി? യഹൂദന്മാരുടെ കോടതിക്ക് വിസ്തരിക്കാൻ അവസരം കിട്ടി. പക്ഷെ യഹൂദന്മാരുടെ കോടതിക്ക് എന്തിനുള്ള അനുമതിയില്ല? ഇതിനുള്ള ക്രൂശിയൊക്കെ ഉള്ള അനുവാദമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് 2നുള്ള അനുമതിയുള്ളൂ. ഒന്നാമത്തത് ഈ ഇതിന്റെ കെട്ടിടത്തിന്റെയോ മലയുടെ മണ്ടയ്ക്ക് താഴെ ഇട്ട് തള്ളിക്കൊള്ളുക, കർത്താവിനെ കൊണ്ടുപോയി കൊല്ലുക, അല്ലെങ്കിൽ ക്രൂശയെ കെട്ടിക്കൊല്ലുക. ഇതിൽ എങ്ങനെയായിരുന്നു അയാളെ കൊന്നത്? നമ്മുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ബൈബിൾ സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ആൻഡ് ക്രിസ്ത്യൻ മിനിസ്ട്രീസ് എന്ന കോഴ്സ് നമ്മൾ ആരംഭിക്കുക ഉടൻ തന്നെ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളുടെയും ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ റീസൺ നമ്മൾ പഠിപ്പിക്കാൻ പോവാ. യാക്കോബിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ റീസൺ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിരുന്നോണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയതാ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ജോസീഫസിൽ നിന്ന്. മനസ്സിലായോ? ജോസീഫസ് ആരായിരുന്നു? ബൈബിൾ ഹിസ്റ്റോറിയൻ അല്ലായിരുന്നു. അയാള് ജോസീഫസ് ക്രിസ്ത്യാനിയായിരുന്നോ? ക്രിസ്ത്യാനി അല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? വേൾഡിൽ ഏറ്റവും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറിയപ്പെട്ട ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ, അൺക്വസ്റ്റ്യനബിൾ ഹിസ്റ്റോറിയൻ. എന്താ ജോസഫിന്റെ സത്യാവസ്ഥ പറഞ്ഞല്ലോ? ജോസഫിന്റെ റോമൻ ഗവൺമെന്റ് പേ ചെയ്ത് ഡെയിലി വേജസ് വെച്ചിരിക്കുക. ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങൾ നോക്കി അന്ന് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് റോമൻ ഭരണാധികാരി കൊടുത്ത് ഒപ്പ് വെച്ച് മേടിക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുക. ഒരു കള്ളത്തരം ഉണ്ടാകാൻ പാടില്ല. അത്ര സത്യസന്ധതയോടുകൂടി എഴുതി വെച്ചിരിക്കുകയാണ് ജോസീഫസ്. നമുക്ക് ഞാൻ 2ാമത്തെ എവിഡൻസാണ് പറഞ്ഞത്. 3ാമത്തെ എവിഡൻസ് പറഞ്ഞ് കേട്ടോണം. ഏറ്റവും അക്രഡിറ്റഡ് ആയ ഹിസ്റ്റോറിയൻ ആയിരുന്നു ആര്? കൊർണീലിയസ് ടാസിറ്റസ്. കൊർണീലിയസ് ടാസിറ്റസ് 69 ജനിച്ച 122 AD മരിക്കുന്ന കൊർണീലിയസ് ടാസിറ്റസ് സമകാലീന ചരിത്രകാരനാണ്. കൊർണീലിയസ് ടാസിറ്റസ് ആണ് എന്തോ ചെയ്തത്? ഈ റോമൻ എംപറേഴ്സിന്റെ ഹിസ്റ്ററി മുഴുവൻ എഴുതിയത്. അപ്പൊ പലസ്തീൻ ഇതിന്റെ കീഴിലായിരുന്നുകൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ വ്യക്തമായ ചരിത്രം മുഴുവൻ എഴുതി വെച്ച് ആര്? കൊർണീലിയസ് ടാസിറ്റസ്. അപ്പൊ ഞാൻ ഇത്രയും പേരെ ആരായിട്ട് പറഞ്ഞു? ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. ഇനി വേറൊരു കാര്യം പറയുന്നത്, മക്കേരിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. മക്കേരിയസ്, MACARIUS. മക്കേരിയസ് ആരായിരുന്നു അറിയാമോ? മക്കേരിയസ് അന്നത്തെ യെരുശലേം ചർച്ചിന്റെ ബിഷപ്പായിരുന്നു മക്കേരിയസ്. ഈ മക്കേരിയസ് എന്നാ ജീവിച്ചതെന്ന് അറിയാമോ?
പിൽക്കാലത്ത് 300 വർഷം ശേഷം മക്കേരീസ് വരുന്നത്. മക്കേരിയസിന് യേശുക്രിസ്തു ജനിച്ച സ്പോട്ട് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് ഇദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്ന പിന്നെ ഐ ജസ്റ്റ് ഫോർഗോട്ട് ഹിസ് നെയിം, കോൺസ്റ്റന്റൈൻ അയാളുടെ ആളുകളെ അയക്കുക യേശുക്രിസ്തുവിന്റെ ജനന സ്ഥലം കണ്ടുപിടിക്കാൻ, എക്സാക്ട് സ്പോട്ട് കണ്ടുപിടിക്കണം, എന്നിട്ട് അവിടെ ഒരു ചർച്ച പണിയണം. അപ്പൊ എന്ത് ചെയ്യുന്നു, അവർ നേരെ വന്ന് മെക്കേരീസിനെ കാണുന്നു. മെക്കേരീസിനെ കണ്ടപ്പം മെക്കേരീസ് പറഞ്ഞു, ഞാൻ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, മെക്കേരീസ് അവിടെ കൊണ്ടുപോവുക ഈ സ്പോട്ട് കാണിക്കാൻ. ആ സ്പോട്ടിൽ യേശുക്രിസ്തു ജനിച്ചു വീണ ആ സ്പോട്ടിലാണ് ഇത് പണിതിരിക്കുന്നത്, ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്ന് പറയുന്ന ചർച്ച് ഇപ്പോൾ പണിതിരിക്കുന്നത്. അന്ന് പണിതും ഇന്നവിടെ കാണുന്നത് ചർച്ച് ഓഫ് നേറ്റിവിറ്റി പണിതിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ആരല്ല, ബൈബിൾ ഹിസ്റ്റോറിയൻ അല്ല. ഇനിയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബൈബിളിന്റെ ചരിത്രം ചിത്രം വരച്ച് എഴുതിയും കാണിക്കുകയാണ് എന്ന് പറഞ്ഞ കുറെ കക്ഷികളുണ്ട്. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലിയനാർഡോ ഡാവിഞ്ചി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ലിയനാർഡോ ഡാവിഞ്ചി ഒരു ലാസ്റ്റ് സപ്പർ വരച്ചിരിക്കുക. ലാസ്റ്റ് സപ്പറിൽ എന്താ വരച്ചിരിക്കുന്നത്, ഒരു വലിയ മേശ നീട്ടിയിട്ടിരിക്കുക, 2 സൈഡിലും 6 പേര് വെച്ച്, നടുക്കാരിയിരിക്കുന്നു, യേശുക്രിസ്തു ഇരിക്കുന്നു കസേരയിൽ. മനസ്സിലായോ? ഇത്രയും ഡിസ്റ്റോർട്ടിങ് ആയി ഹിസ്റ്ററിയെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഇല്ല. കാരണം ഒന്ന്, ഇത് യഹൂദന്മാരാണ്, അവര് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് മാട്രസ് തറയിൽ വിരിച്ചിട്ട് നമ്മുടെ ടീപ്പോയുടെ വലുപ്പമുള്ള നീണ്ട ടീപ്പോ വെച്ചിട്ട്, ടേബിളല്ല, നീണ്ട ടീപ്പോ വെച്ചിട്ട് ആ മാട്രസിൽ 2 കാലും വലത്തോട്ട് മടക്കിയിട്ട് ഇടത്തോട്ട് ചാഞ്ഞതായി ഇങ്ങനെ ഇരിക്കും. ഇത് ആർക്കറിയാമായിരുന്നു? കേരളത്തിൽ ജീവിച്ചിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ എന്ന കവിക്ക് അറിയാമായിരുന്നു. വള്ളത്തോൾ നാരായണ പാസ്റ്റർ അല്ല കേട്ടോ, നാരായണ മേനോൻ. അയാൾക്കറിയാം, അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ ആയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് തെല്ലിടത്തോട്ടൊഴിഞ്ഞുന്മാൻ ഇരിപ്പായി സല്ലീലം ഈശ്വരൻ നിത്യ തൃപ്തൻ എന്ന് അദ്ദേഹം എഴുതിയത്. പക്ഷെ ആ കാര്യം പോലും നമ്മുടെ പാസ്റ്റർമാർക്ക് അറിയത്തില്ല, നാരായണ മേനോനുള്ള വിവരം പോലും. എന്താണെന്നറിയാമോ, അവർ ഈ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പടം കണ്ടായിരിക്കും. മനസ്സിലായോ? ഡാവിഞ്ചി ഡിസ്റ്റോർട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയും ഈ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരുത്തിനൊരു പുസ്തകം എഴുതി. എന്താ പുസ്തകം എന്നറിയാമോ? അത് ബൈബിളിന്റെ കാര്യങ്ങൾ ആഴത്തിൽ വിശദീകരിക്കുക. പേര് ഡാൻ ബ്രൗൺ, പുസ്തകത്തിന്റെ പേര് ഡാവിഞ്ചി കോഡ്. അതിനകത്ത് പറഞ്ഞിരിക്കുക, ആ പടത്തിനകത്ത് ഇയാൾ വരച്ച പടത്തിനകത്ത് 12 പേരും യേശുവല്ല 13 പേരും യേശുവാണ് ഉണ്ടായിരുന്നത്. ആ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആളുടെ സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ ആരായിരുന്നു? മഗ്ദല മറിയമായിരുന്നു. മഗ്ദല മറിയം യേശുക്രിസ്തുവിന്റെ ഭാര്യയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ബൈബിൾ ചരിത്രം എഴുതുവാനാണെന്ന് പറഞ്ഞു വന്ന കക്ഷികൾ മുഴുവനും വേദപുസ്തകത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് അവർ വരയ്ക്കുന്ന പടങ്ങളിൽ കൂടെയും അവരെഴുതുന്ന പുസ്തകങ്ങളിൽ കൂടെയും ഡിസ്റ്റോർട്ട് ചെയ്ത് നശിപ്പിച്ചു കളയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്നറിയാമോ? ഒരു റിയൽ ഹിസ്റ്റോറിയൻ എംബാരസ്ഡ് ആകുകയാണ്. അതാണ് ഞാന് സർ ഒരു പ്രശ്നമുണ്ട്. സാർ ഇപ്പോ പറഞ്ഞു വരുന്നത് ഒരു ക്രൈറ്റീരിയൻ ഓഫ് എംബാരസ്മെന്റ് നടന്നിട്ടുണ്ട് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ സാറിന് ചരിത്രത്തിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ, ഹിസ്റ്ററിയിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടെന്നുള്ളത്? Okay, you have in fact interfered with me. Thank you very much. അപ്പം ഞാൻ പറഞ്ഞോണ്ട് യെസ്, ഒരു എന്താണ്, ഒരു എംബാരസ്മെന്റ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എംബാരസ്മെന്റ്. ഒരു റിസർച്ച് സ്റ്റുഡന്റ് ഒരു കാര്യം ശരിയെന്ന് തെളിയിക്കാൻ അയാൾ ഫോളോ ചെയ്യുന്ന 8 മെത്തേഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 8 മെത്തേഡ്സിൽ 2 മെത്തേഡ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കാര്യം എല്ലാ മെത്തേഡ്സ് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. ചിലർക്ക് എനിക്ക് അറിയത്തില്ലെന്ന് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോ അതിലൊന്നാണ് ക്രൈറ്റീരിയൻ ഓഫ് എംബാരസ്മെന്റ്. ക്രൈറ്റീരിയൻ ഓഫ് എംബാരസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ച് ഒരു വഴിയെ പോവുക, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇത് കണ്ട് നമ്മൾ ഞെട്ടിപ്പോവുക. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ റാന്നിലൊക്കെ ഊത്ത പിടിക്കുക എന്ന് പറയും ഈ പുതുവെള്ളത്തിന്, ആദ്യത്തെ മഴയ്ക്ക്.
ഭൂത പിടിക്കാണ്ട് വലയുമായിട്ട് പോയി. അപ്പം വലയ്ക്കകത്ത് നല്ലൊരു ഒരു 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 ഞെട്ടല. ഒരു ഗംഭീര മീനായിരിക്കുന്നത് വല പൊക്കി ഇരുട്ടത്തില് കാണാൻ വയ്യ. കേറി അങ്ങ് പിടിച്ചെടുത്തപ്പോഴാ ഇത് ഭയങ്കര പാമ്പാന്ന് മനസ്സിലായി. പാമ്പിനെയാണോ പ്രതീക്ഷിച്ചത്? പാമ്പിനെയല്ലേ പ്രതീക്ഷിച്ചത്, അല്ലേ? ഞെട്ടിപ്പോയി, എംബാരസ്ഡ് ആയിപ്പോയി. അപ്പൊ പ്രതീക്ഷിച്ച ഒന്ന് തിരിച്ച് ലഭിച്ച വേറെ. അപ്പം യേശുക്രിസ്തു ഇല്ല എന്നൊരു ധാരണയിൽ ഒരാളെത്തുന്നു. ഏതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പോൾ ഹാർപ്പർ എന്ന് പറഞ്ഞ 44 വർഷം സുവിശേഷ പ്രവർത്തിച്ച മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞ് ഇയാൾ അന്വേഷിച്ചു പോയപ്പോൾ ഇതെല്ലാം കള്ളത്തരമാണെന്നാറണ്ട് എഴുതി വെച്ചെന്ന് കണ്ടെന്ന് പറഞ്ഞ് ഇയാൾ എന്തോ ചെയ്യുന്നു? ഇയാൾ ഇപ്പൊ യേശുക്രിസ്തു ഇല്ലെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുക. മനസ്സിലായി? ഇയാൾ ഇപ്പൊ യേശുക്രിസ്തു ഇല്ലെന്ന് പ്രസംഗിച്ച് നടക്കുക. ഇങ്ങനെ പല ആളുകളും തെറ്റിദ്ധാരണകളും സ്യൂഡോ ഇൻഫർമേഷനും ഉണ്ട്. ഇനി യേശുക്രിസ്തു ഇല്ലെന്ന് തെളിയിക്കാനായിട്ട്, ജനിച്ചിട്ട് ഇല്ലെന്ന് തെളിയിക്കാനായിട്ട് അവര് നേരെ എന്ത് ചെയ്തു? മൺവെട്ടിയും തൂമ്പായും മണ്ണുകോരിയും ഇതൊക്കെ എടുത്തിട്ട് ഇറങ്ങി തിരിച്ചു. കാരണം കുഴിച്ച് കണ്ടുപിടിക്കണ്ടേ, മണ്ണുമാന്തി കണ്ടുപിടിക്കണ്ടേ. പക്ഷെ ഈ മണ്ണുമാന്തി കണ്ടുപിടിക്കാൻ പോയപ്പോ അവര് കണ്ട ഓരോന്നും ഞാൻ മനസ്സിലായോ? മീനാണെന്ന് വിചാരിച്ച് പാമ്പിനെ കയറി പിടിച്ചപ്പോ എംബാരസ്ഡ് ആയതുപോലെ അവര് കണ്ടത് മുഴുവനും അവര് എംബാരസിങ് ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവര് കടന്നുപോയ എംബാരസ്മെന്റിനെ ഒരു ക്രൈറ്റീരിയനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വന്നെത്തുന്ന കൺക്ലൂഷൻ എന്താ? അവരും വന്ന കൺക്ലൂഷൻ അവരേത് തെറ്റെന്ന് തെളിയിക്കാൻ ശ്രമിച്ചോ അത് ശരിയെന്ന് അവരുടെ മുമ്പിൽ തെളിയുന്നു. കുറെ കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ചിട്ടില്ല, അങ്ങനെ ജീവിച്ചിട്ടുമില്ല എന്ന് തെളിയിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. പലസ്തീൻ നാട്ടിൽ പോകുന്നു, എന്ത് ചെയ്യുന്നു? അവിടെ മണ്ണ് കുഴിക്കുന്നു. കുഴിച്ചു ചെല്ലുമ്പോ എന്താ കാണുന്ന ഓരോന്നും ഇതാണ്. അപ്പൊ ഞാൻ സിസ്റ്ററിന്റെ ആൻസറിലേക്ക് വരാൻ പോകും, ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാൻ പോകും. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുമ്പോ തന്നെ നിങ്ങൾ നെറ്റിനടിച്ച് കയറി നോക്കണം കേട്ടോ. ആദ്യത്തെ ബ്രൂണോ ബോവർ എന്ന മനുഷ്യനാണ്. ബ്രൂണോ BAUER ബോവർ. ബ്രൂണോ ബോവർ എന്ന് പറഞ്ഞ ആള് 1890 ജനിച്ച് 1882 മരിച്ചുപോയ ഒരു വലിയ ജർമ്മൻ ക്രിട്ടിക്കൻ. ഇയാള് പെന്തക്കോസ്തുകാരൻ അല്ലേ? മോൻ പാസ്റ്ററാകുന്നതിന് മോനെ ബൈബിൾ കോളേജ് കൊണ്ടുവിടുന്നു. ബൈബിൾ കോളേജിൽ പോയി മോൻ അവസാനം യേശുക്രിസ്തുവേ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, ഇങ്ങനെ ആളെ ഉണ്ടായിട്ടില്ലെന്നുള്ള വിശ്വാസം തിരിച്ചു വരുന്നു. അപ്പൊ ഇവരെ എന്താ ഈ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത്? അതുപോലെ അവരെ നമുക്ക് വിടാം. അപ്പം ബ്രൂണോ തീരുമാനിച്ചു ഇല്ല. കാര്യം ബ്രൂണോ പഠിച്ച തിയറി ബ്രൂണോ പഠിച്ച തിയറി നോക്കിയപ്പോ യേശുക്രിസ്തു ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പൊ തിയറി കൊണ്ട് മാത്രം കാര്യമാകത്തില്ല, തെളിയിക്കണ്ടായോ? ബ്രൂണോയും കുറെ കൂട്ടരും കൂടി എന്തെന്നറിയാമോ, നേരെ വിശുദ്ധ നാടുകളിലേക്ക് പോവുക. എന്തിനു വേണ്ടി? അവിടെ എക്സ്കവേഷൻസ് നടത്തി തെളിയിക്കുന്നതിന് യേശുക്രിസ്തു ജനിച്ചിട്ടില്ല. കേട്ടോണേ, അങ്ങനെ കുഴിച്ച് ബ്രൂണോ കണ്ടെത്തുന്ന ഓരോ തെളിവുകളും എന്താ? യേശുക്രിസ്തു ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ വന്ന് ബ്രൂണോ എവിടെ വരുന്നറിയാമോ? ബ്രൂണ കൈസരിയയ്ക്ക് ഗലീലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് വരും. അവിടെ വരുമ്പം ബ്രൂണോ ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പം അതിൻ്റെ ഈ എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു ബേസിക് സ്റ്റോൺ ഉണ്ട്, ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റോൺ. ഇതാര് പണിത കെട്ടിടമാണ്, എന്തിനു പണിത കെട്ടിടമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോ എന്തുവാ കണ്ടെന്നറിയാമോ? പൊന്തിയോസ് പീലാത്തോസ് എന്ന മനുഷ്യൻ യഹൂദന്മാർക്ക് വേണ്ടി ആരാധന നടത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം പണിതു കൊടുക്കാൻ തീരുമാനിച്ചു. ആ ബിൽഡിംഗ് ആണ് ഇത് എന്ന് എഴുതിയ കല്ല് കണ്ടു. ഈ പൊന്തിയോസ് പീലാത്തോസ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഒരു റോമൻ ഗവർണർ എന്നതിലല്ല. കാര്യം വേറെ ഒരുപാട് ഗവർണർ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അൽബേനീസിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇതിനു മുമ്പ് അൽബേനീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല.
പീലാത്തോസിനെ എങ്ങനെ അറിയപ്പെടുന്നത്? യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ആളെന്ന നിലയ്ക്കാണ്, അല്ലെ? അപ്പൊ യേശുക്രിസ്തുവിനെ വിസ്തരിച്ച പൊന്തിയോസ് പീലാത്തോസ് ജീവനോടിരിപ്പുണ്ടായിരുന്നു. അയലിങ്ങിന്റെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ബ്രൂണോച്ച മനസ്സിലാക്കി കഴിഞ്ഞപ്പം ബ്രൂണോച്ച ഞെട്ടി. ബ്രൂണോയ്ക്ക് മനസ്സിലായി സംഗതി പാളിപ്പോയി. 1862 ബ്രൂണോ ഇത് കണ്ടുപിടിക്കുന്നത്. സംഗതി പാളിപ്പോയി എന്ന് ബ്രൂണോയ്ക്ക് മനസ്സിലായിട്ട് മനസ്സിലായി. ബ്രൂണോയുടെ എംബാരസ്മെന്റ്. ബ്രൂണോ ഇല്ലെന്ന് തെളിയിക്കാൻ വന്നതാ, പക്ഷെ കണ്ടത് മുഴുവൻ യേശു ഉണ്ടെന്നാ. നിങ്ങൾ ഈ ബ്രൂണോ ബോർ അടിച്ചിട്ട് നോക്കണം, അയാളുടെ റൈറ്റിങ്സ് എടുത്ത് വായിക്കണം, എന്നിട്ട് നോക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, ഞാൻ കള്ളം പറയാണോ എന്ന്. ഇനിയും അതുകൊണ്ട് തീർന്നില്ല. 1990 ഇപ്പൊ എത്ര വർഷമായി? 32 വർഷമല്ലായുള്ളൂ. 1990 ഒരു വലിയ വാട്ടർ പാർക്ക് എവിടെ പണിയുന്നതിന് വേണ്ടി? യെരുശലേമില് ബിൽഡിംഗ്, ഈ ടെമ്പിൾ കോംപ്ലക്സിന്റെ സദേൺ ഏരിയയിൽ ഒരു വാട്ടർ പാർക്ക് പണിയണം. വാട്ടർ പാർക്ക് പണിയുന്നതിന് വേണ്ടി ഈ വലിയ ഈ മണ്ണുമാന്തി എല്ലാം കൊണ്ടുവന്ന് മണ്ണ് മാന്തി തുരന്നു പോയപ്പം അവരെന്തിവിടെ ചെന്ന് എത്തിയെന്നറിയാമോ? നല്ല ഒന്നാന്തരം ഒരു ലൈം സ്റ്റോൺ ചെസ്റ്റിൽ ചെന്ന് കിട്ടി. ലൈം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഒരു നല്ല പെട്ടി. നോക്കിയോ, പെട്ടി നല്ലോണം അലങ്കരിച്ചു വെച്ചിരിക്കുക. പെട്ടി അവർ പുറത്തെടുത്തപ്പം നല്ല ഒന്നാന്തരം എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുക. എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? യോസേഫ് ബാർ കയ്യാഫാസ്. യോസേഫ് ബാർ കയ്യാഫസ്. അപ്പൊ യഹൂദന്മാര് 2 രീതിയിൽ ശവസംസ്കാരം നടത്തുമായിരുന്നു കേട്ടോ. അതിലൊരു ശവസംസ്കാരം എന്ന് പറയുന്നത് ഡെഡ് ബോഡി കൊണ്ട് കല്ലറയ്ക്കകത്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് അവിടെ നിന്ന് ഡീക്കേഡ് ആയിട്ട് പോകും, അഴുകിപ്പോത്തോളൂ. ഇനി രണ്ടാമത്, ഈ ആളൊരു ഗ്രേറ്റ് പേഴ്സൺ ആണെങ്കിൽ, അയാൾക്ക് വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉള്ള ആണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അവർ വന്നിട്ട് ഈ ഡീക്കേഡായ ഈ ബോഡിയിൽ നിന്ന് ബോൺസ് എല്ലാം എടുക്കും. ബോൺസ് എടുത്തിട്ട് എന്ത് ചെയ്യും? ആ ബോൺസ് ലൈം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ആ നല്ല മാർബിൾ പെട്ടിക്കകത്ത് ഇത് വെച്ചിട്ട് അതിൽ ആലേഖനം ചെയ്യും. ഇയാൾ ആരായിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് എന്തായിരുന്നു, പേരന്റേജ് എന്തുമായിരുന്നു, ബ്രദേഴ്സ് ആരൊക്കെയായിരുന്നു എന്നൊക്കെ എഴുതി വെക്കും. മനസ്സിലായോ? എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവര് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കും. അപ്പൊ ഇവിടെ പറ്റിയ കുഴപ്പം എന്താ? വലിയ മണ്ണിടിച്ചിലുണ്ടായി അറിഞ്ഞാൽ പറഞ്ഞില്ല, ഇവർ വന്ന് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ല. അപ്പൊ ഈ പൊട്ടിയേ അടിപ്പോയി. ആരായിരുന്നു? യോസേഫ് ബാർ കയ്യാഫസ്, യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച 2ാമത്തെ മനുഷ്യൻ. മനസ്സിലായോ? അപ്പൊ ഇതെന്നാ കണ്ടുപിടിക്കുന്ന അറിയാമോ? നവംബർ 1990 എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് നവംബർ 1990 കണ്ടുപിടിക്കും. 1990 ആണോ 1890 ആണോ സാർ? അല്ലല്ല, 1990. ഇത് ഇയാൾ കണ്ടുപിടിക്കുന്നതല്ല, ഇത് വേറൊരു കൂട്ടർ കണ്ടുപിടിക്കുന്ന, ബ്രൂണോ കണ്ടുപിടിക്കുന്നതല്ല. 1990 ബ്രൂണോ അല്ല, ഇവരെ കണ്ടുപിടിക്കുന്നത്. ദാറ്റ്സ് മച്ച് ലേറ്റർ. കേട്ടല്ലോ? എംബാരസ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കേട്ടോണം, ഞാൻ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. 2005 ഇസ്രയേലും ഹമാസുമായി യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ഐറിഷ് പ്ലംബർ പൈപ്പ് ലൈനിടാൻ വേണ്ടി യെരുശലേമിൽ കുഴിക്കുക. പിക്കാസ് ചെയ്യുന്ന പൊത്തോ എന്നൊരു സാധനത്തെ കൊട്ടി കുഴിച്ചെടുത്തു. ആർക്കിയോളജിസ്റ്റിനെ വിളിച്ചു. നോക്കിയപ്പം വിശുദ്ധ പഴയ നിയമങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. ആദ്യത്തെ ഓപ്പണിംഗ് ചാപ്റ്റർ 83-ാം സങ്കീർത്തനം. എവിടെയത്? ഇന്ന് അവരുടെ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. യെരുശലേമിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പൊ വിശുദ്ധ വേദപുസ്തകം വരെ ശരിയാണ് എന്ന് അതിന്റെ റിട്ടൺ ഒറിജിനൽ കോപ്പി കിട്ടിയിരിക്കുകയാണ്. ഇനിയും ഇന്നേക്ക് 15 വർഷം മുമ്പ്, ലുക്ക് എക്സാക്ട്ലി 15 years ago, കേട്ടോ, ജെറുസലേമിലെ ചന്തയില് ഒരു ബോക്സ് കൊണ്ടുവന്ന് വിൽക്കാൻ. ആ ബോക്സ്
ഒരു ആർക്കിയോളജിക്കൽ സ്റ്റഫാണെന്ന് കണ്ടുകൊണ്ട് ഇതുപോലെ കാർബൺ സീഡ് ടെസ്റ്റിംഗ് നടത്തിയപ്പം അതിൽ എഴുതിയിരിക്കുന്നത് ബ്രദേഴ്സ് ഓഫ് ജീസസ് എന്നാണ്. ബ്രദേഴ്സ് ഓഫ് ജീസസ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണോ, ബ്രദേഴ്സ് ഓഫ് ജീസസ് അടിച്ചു നോക്കണം, കിട്ടുമോന്നറിയാം. എൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പൊ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കാമായിരുന്നു ആ പുസ്തകം. യേശു ക്രിസ്തുവിന് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവർ ഇന്നവരൊക്കെയാണെന്നും അവരുടെ ബോൺസ് ഇന്നതൊക്കെയാണെന്ന് തെളിയിക്കുന്നത്. മനസ്സിലായോ? ഒരു ചരിത്ര പുരുഷന് അല്ലെങ്കിൽ അയാൾക്ക് ബ്രദേഴ്സ് ഉണ്ടാകുമോ? നിങ്ങൾ പറഞ്ഞു, അയാൾക്ക് ബ്രദേഴ്സ് ഇല്ലെങ്കിൽ ആ ബ്രദേഴ്സ് മരിക്കുമോ? ഇല്ലെങ്കിൽ അവരുടെ അസ്ഥി പുറത്ത് വരുമോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കല്ല് കാത്തുകൊണ്ട് വെച്ചിരിക്കുക. മനസ്സിലായോ? ഇതൊക്കെ കാണുമ്പോൾ കർത്താവില്ല എന്ന് വിശ്വസിച്ച ആളുകൾ എംബാരസ്ഡ് ആയിട്ട് കർത്താവ് ജീവിച്ചിരുന്നു എന്ന നിഗമനത്തിലേക്ക് കടത്തുകയാണ്. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇപ്പൊ യെരുശലേം നഗരത്തിൽ കുഴിച്ച കാര്യം ഞാൻ പറഞ്ഞത് അല്ലേ? യെരുശലേം നഗരത്തിൽ, യെരുശലേമിലെ മാർക്കറ്റ് കൊണ്ടുവന്ന് വെച്ച സാധനത്തിന്റെ പേരാണ് ഈ പറഞ്ഞത്. ഇതിനേക്കാൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആരെ പറ്റി പറയാൻ കഴിയും? ഈ അന്വേഷിച്ചു പോകുന്നവർ മുഴുവൻ എംബാരസ്ഡ് ആകുക. കേട്ടോ സാറേ, അന്വേഷിച്ചു പോകുന്നവർ മുഴുവൻ എംബാരസ്ഡ് ആകുകയാണ്. അപ്പൊ ഈ ബേസിൽ റിസർച്ച് സ്കോളേഴ്സ് അവരുടെ തിയറിക്കകത്ത് യേശു ക്രിസ്തുവിന്റെ ലൈഫ് സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു, തിയറി ഓഫ് നമ്മുടെ എംബാരസ്മെന്റ് ഇതനുസരിച്ച്, ക്രൈറ്റീരിയൻ ഓഫ് എംബാരസ്മെന്റ് അനുസരിച്ച് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു. അതിനവർ വേറെ എന്തോന്ന് പറയുന്നു, ഹോസ്റ്റൈൽ എവിഡൻസ് എന്ന് പറയും. ഹോസ്റ്റൈൽ എവിഡൻസ് റിസർച്ചിൽ ഇതിനെ ഈ ക്രൈറ്റീരിയൻ ഓഫ് എംബാരസ്മെന്റ് ഹോസ്റ്റൈൽ എവിഡൻസ് പറയും. ഈ എവിഡൻസ് അല്ല നമ്മൾ അന്വേഷിച്ചു പോയത്, പക്ഷേ നേരെ ഓപ്പോസിറ്റ് എവിഡൻസ് ആ കിട്ടിയത്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ആസ്ക് യു. ഐ വാണ്ട് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. യെസ് Sir, in the last session, you mentioned about 5 types of evidences. One is scientific, the other is surrounding, the third one is geographical, fourth one is archaeological, and the fifth one is documentary. Sir, it seems that you are trying to prove that there is a geographic basis for this Jesus, because you mentioned about the brothers of Jesus and the tomb of Caiaphas and. Okay, ഇപ്പൊ അവിടെ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് വരുമ്പോൾ ഞാൻ 5 തരം എവിഡൻസസ് ആണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. 5 തരം എവിഡൻസ് ആണ്. അതിലൊന്ന് ജിയോഗ്രാഫിക്കൽ എവിഡൻസ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയാം. ബാക്കി എല്ലാ മതഗ്രന്ഥങ്ങളും വിശുദ്ധ വേദവും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, ബാക്കി മതഗ്രന്ഥങ്ങളിൽ ഒരുപാട് വാക്കുകളും ഒരുപാട് ചിന്തകളുമാണ്, ആശയങ്ങളാണ്. ആശയം പോലും കീറുന്ന ആശയങ്ങൾ, ഭയങ്കര തോട്ട്സ് ആണ്. പിന്നെ ഞാൻ തോട്ട്സ് കീറുള്ള നമ്മുടെ പാസ്റ്റർമാർ 2 ചിന്തകൾ ഞാൻ പറയാൻ പോവുകയാണ്. 4 പ്രധാന തോട്ട്സ് ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ ദൈവദാസന്റെ ചിന്തകൾ ഇത്ര വലിയ ചിന്തകളായിരുന്നു, നമുക്ക് പുതിയ പുതിയ ചിന്തകൾ കിട്ടി. ഇമ്മമാരെല്ലാം ചിന്തകന്മാർ, മനസ്സിലായി? ഇമ്മമാരെല്ലാം ഇമ്മമാരുടെ വഴിയെ പോയി നമ്മുടെ പാസ്റ്റർമാരും ചിന്തകന്മാർ. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയുള്ള പരിപാടിയല്ല. എൻ്റെ റൂട്ട് സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞു, വെറും 400 വാക്കുകൾ റൂട്ട് വേർഡ് പഠിക്കുമ്പോൾ വിശുദ്ധ വഴിയിൽ നിന്ന് മുഴുവൻ പഠിച്ചു. ഏറ്റവും കുറച്ച് വാക്കുകൾ ഉള്ള ഒരു ഭാഷയാണ് എബ്രായ ഭാഷ. വേദപുസ്തകത്തിന്റെ പ്രത്യേകത 2 കാര്യങ്ങളെ കണക്ട് ചെയ്യും വേദപുസ്തകം. കേട്ടോണേ, ഒന്ന് ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം, മറ്റേത് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം. ഈ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒരു പോയിന്റിൽ എഗ്രി ചെയ്താൽ അത് അൺക്വസ്റ്റ്യനബിളി ട്രൂ ആണ്. കേട്ടോണേ, ഇഫ് ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി എഗ്രി ഓൺ എ പോയിന്റ്, ദാറ്റ് ഈസ് അൺക്വസ്റ്റ്യനബിളി ട്രൂ. ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരേ കാര്യത്തിൽ ഒരു പോയിന്റിൽ എഗ്രി ചെയ്താൽ, ഇപ്പൊ ചരിത്രം ഇത്രമാത്രം, ഇന്നയാണ്ട്, ഇന്ന തീയതി, ഇന്ന സമയം, ഇന്ന കാലം എന്ന് പറയുന്നത്, ഇന്ന സ്ഥലത്ത് എന്നും പറഞ്ഞാൽ ഇത് രണ്ടോടുണ്ടോ നോക്കിയാൽ മതി. ആർക്കും അതിനെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? ആർക്കും അതിനെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയത്തില്ല. 1947 ഓഗസ്റ്റ് മാസം 14 12 മണിക്ക് മുമ്പ് റേഡിയോയിൽ കൂടെ
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് മൗണ്ട് ബാറ്റനും ജവഹർലാൽ നെഹ്റുവും പറഞ്ഞു എന്ന് പറഞ്ഞതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാര്യം ഒരു റേഡിയോ നിലയം ഉണ്ടായിരുന്നു, അതിൽ കൂടെ പറഞ്ഞു ഒരു ഡേറ്റ്, പ്ലേസ്, ടൈം. കണ്ടല്ലോ. ഇനി ഞാൻ അനിൽ സാറിന് ആൻസറിലെ ക്വസ്റ്റിനിലേക്ക് വരാം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏത് മുതല്, ഏതൻ മുതൽ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ എന്തുവാ, യെരുശലേം നഗരത്തിലെ പൈപ്പ് ലൈൻ കുഴിക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ, അതുവരെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ 93% സ്ഥലങ്ങളും ഐഡന്റിഫൈഡ് ആണ് എവിടെയാണെന്നുള്ളത്. ഇനി 3, അപ്പൊ നിങ്ങൾക്ക് ബാക്കി 7% ഐഡന്റിഫൈഡ് അല്ലല്ലോ. നിങ്ങൾ തന്നെ എന്റെ പുറകെ വെക്കൂ. എന്റെ കാരണം ഈ കാലങ്ങൾ, ഈ 1000 വർഷങ്ങളായി ഉണ്ടായ ഭൂചലനങ്ങൾ, ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ ഗതിമാറ്റങ്ങൾ, ഭൂമി കണ്ണം കണ്ണമായി പിരിഞ്ഞുപോയത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 7% സ്ഥലങ്ങൾ എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എത്ര ശതമാനമേ ഉള്ളൂ? 7% ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ളൂ. ബാക്കി 93% സ്ഥലങ്ങൾ ലൊക്കേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ കാണണം എവിടെയാന്ന് കയറി നോക്കിക്കോ. ബൈബിൾ അറ്റ്ലസ്, ആരുടെ? മാക്മില്ലന്റെ. വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 350 രൂപ ഉള്ളൂ. ഇപ്പൊ വില കുറഞ്ഞു. ബൈബിൾ അറ്റ്ലസ് ഒന്ന് മേടിക്കണം തീർച്ചയായിട്ടും. ബൈബിൾ അറ്റ്ലസ് മേടിച്ചിട്ട് നിങ്ങൾ നോക്കണം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. മനസ്സിലായോ? അതിന്റെ കൂടുതൽ എവിഡൻസ് ഉണ്ട്, പിന്നത്തെ ക്ലാസ്സിൽ പറയാൻ കാര്യം. ഇപ്പൊ അതുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് എന്റെ അനൂജ് സാറേ, ഈ 2 കാര്യങ്ങൾ നിലനിൽക്കുള്ള കാലം, ഈ ഭൂമി ഇവിടെ ഉള്ളത്തോളം കാലം, മനസ്സിലായി, ഈ ഭൂമി ഇവിടെ ഉള്ളത്തോളം കാലം ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഭൂമി പറയും, അതാ എന്റെ മണ്ടയ്ക്ക് യെരുശലേമുണ്ട്, എന്റെ മണ്ടയ്ക്ക് ശമരിയുണ്ട്, എന്റെ മണ്ടയ്ക്ക് ഗലീലയുണ്ട്, എന്റെ മണ്ടയ്ക്ക് ബേത്ലഹേമുണ്ട് എന്ന് പറയുന്നിടത്തോളം കാലം ഈ യേശുക്രിസ്തു ശരിയാണ്. അത്ര ക്ലിയർ ആണ് യേശുക്രിസ്തുവിന്റെ ജിയോഗ്രാഫിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ സുവിശേഷങ്ങളില് നമ്മൾ കണ്ടിട്ടുണ്ട് യേശുവിന്റെ വിസ്താരത്തെ കുറിച്ച്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മള് 4 സുവിശേഷവും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ, യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു, നാടുവാഴിയുടെ അടുത്ത് കൊണ്ടുവരുന്നു, പിന്നെ അവിടെ നിന്ന് പുരോഹിതരിലേക്ക് പാസ് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് ഹെരോദാവിലേക്ക്, ഇങ്ങനെ ഒത്തിരി പേരിലൂടെ കടന്നു പോകുന്നു. സാറിന് ഈ ട്രയലിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? പിന്നെ ഒപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്, 1 more question. ഈ ട്രയലിനെ കുറിച്ച് ഗ്രേക്കോ റോമൻ വേൾഡില് എന്തെങ്കിലും റൈറ്റിംഗ്സ് സാർ കണ്ടിട്ടുണ്ടോ? സാറിന് എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? ഭയങ്കര ബുള്ളറ്റിംഗ് ആണല്ലോ ഇന്ന്, തകർക്കാൻ തീരുമാനിച്ചല്ലയോ? ഓക്കെ, അപ്പൊ നമുക്ക് വരാം. നമുക്ക് ആദ്യം നമ്മുടെ സുവിശേഷ എഴുത്തുകാരിലേക്ക് പോകാം. അവർ 4 പേര് ട്രയലിന്റെ ക്രോണോളജിക്കൽ ഓർഡർ തന്നില്ല. അവർ 4 പേരും ട്രയലിന്റെ ക്രോണോളജിക്കൽ ഓർഡർ തന്നില്ല. ഈ ട്രയൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരുത്തനുണ്ടായിരുന്നു കേട്ടോ. ഇദ്ദേഹം യേശുക്രിസ്തുവിന് 20 വർഷം മുമ്പ് ജനിച്ച് യേശുക്രിസ്തുവിന് 30 വർഷം ശേഷം മരിച്ച ഫിലോ ജുഡിയസ് അലക്സാൻഡ്രസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇയാളൊരു ഭയങ്കര ഫിലോസഫറും ദ മോസ്റ്റ് സ്കോളർലി മാൻ ഓഫ് ദ ടൈം. ഞാൻ ഇദ്ദേഹത്തെ റെഫർ ചെയ്ത് കൊടുക്കാറില്ല. എന്താ റെഫർ ചെയ്ത് കൊടുക്കാന്ന് അറിയുമോ? അയാളുടെ ഫിലോസഫി ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. കാരണം ക്രിസ്ത്യാനിറ്റിയെ കൊണ്ട് ഗ്രീക്ക് ഫിലോസഫിക്കകത്ത് കെട്ടിയിടുക, മനസ്സിലായോ? ഗ്രീക്ക് ഫിലോസഫിക്കകത്ത് ക്രിസ്ത്യാനിറ്റിയെ കൊണ്ട് കെട്ടിയിടുക, ഇത് ചെയ്ത ഒരു മനുഷ്യനാണ് ഈ ഫിലോ ജുഡിയസ് അലക്സാൻഡ്രസ്. അതുകൊണ്ട് ഞാൻ അയാളെ റെഫർ ചെയ്തില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ ട്രയലിന്റെ ക്രോണോളജിക്കൽ ഓർഡർ അയാൾ പറഞ്ഞിരിക്കുന്ന അത്രയും ഭംഗിയായിട്ടും ട്രയലിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽസ് വളരെ ഷോക്കിംഗ് ആണ് കേട്ടോ. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള, പക്ഷെ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. ഇങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രീക്കോ റോമൻ വേൾഡിൽ നിന്ന് ആര് ഫസ്റ്റ്, ഞാൻ ഇപ്പോൾ ഇയാളുടെ പേര് പറഞ്ഞല്ലോ, അയാളുടെ പേരെന്തെങ്കിലും ഫിലോ ജുഡിയസ് അലക്സാൻഡ്രസ്.
ഇനി നമുക്ക് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. അത് നമുക്ക് മുന്നോട്ട് പോകാം. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് ആദ്യം ഹന്നാസിന്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അതിനുശേഷം യേശു ക്രിസ്തുവിനെ കയ്യാപ്പാവിന്റെ അടുത്ത് കൊണ്ടുപോയി. അയാൾ ആ പീരീഡിന്റെ ലീഗൽ ഹെഡ് ആയതുകൊണ്ട് കയ്യാപ്പാവിന്റെ അടുത്ത് കൊണ്ടുപോയി. കയ്യാപ്പാവിന്റെ അവിടുന്ന് രാത്രിയിൽ കർത്താവിനെ ഇവരുടെ അടുത്ത് കൊണ്ടുപോകുക. ആരുടെ? സന്നിധിര സംഘത്തിന്റെ അടുത്ത് കൊണ്ടുപോകുക. അത് മൂന്നാമത്തേത്, ക്രോണോളജിക്കൽ മൂന്നാമത്തേത്. സന്നിധിര സംഘത്തിന്റെ അടുത്ത് വെച്ചാണ് കർത്താവ് ക്ലിയർ ആയിട്ട് പറയുന്നത് യേസ് ഐ ആം, ഞാനാണെന്ന് പറഞ്ഞു. അതിന്റെ ലീഡറായ കയ്യാപ്പാവ് വസ്ത്രം കീറി. ഇനി സാക്ഷികളെ കൊണ്ട് എന്താ ആവശ്യം അല്ലേ? ഇനി എന്ത് ചെയ്യണം? ക്രൂശിക്കണം. ക്രൂശിക്കാൻ എന്ത് ചെയ്യണം? റോമൻ ഗവൺമെന്റ് ഏൽപ്പിക്കണം അല്ലേ? അപ്പൊ 3 ട്രയൽ കഴിഞ്ഞു. 4ാമത്തെ രാവിലെ പീലാത്തോസിന്റെ വീട്ടിൽ. പീലാത്തോസിന്റെ കാണുമ്പോഴേ അരിച്ചു. കാരണം പീലാത്തോസ് ഇവരും തമ്മിൽ 5 വലിയ ഫൈറ്റ് നടന്നു. ആര് തമ്മിൽ? പീലാത്തോസ് യഹൂദന്മാര് കൊണ്ടുവരുന്ന ഒരാളിനെ ഒരു കാരണവശാലും കൊല്ലത്തില്ല. കാര്യം കൊല്ലാതെ യഹൂദന്മാരെ ദേഷ്യപ്പെടുത്താം. എന്തുകൊണ്ടാണ് പീലാത്തോസ് ആ സ്റ്റാൻഡ് എടുത്തത്? പീലാത്തോസ് സ്റ്റാൻഡ് എടുത്തുള്ളത് 2-3 ഹിസ്റ്റോറിയൻസാ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയലിന്റെ ഡീറ്റെയിൽസ് കേട്ടോണം. ഒന്നാമത്തെ ഹിസ്റ്റോറിയൻ ആരാന്നറിയാമോ? ഒന്നാമത്തെ ഹിസ്റ്റോറിയൻ നമ്മുടെ ഗായിയസ് സെറ്റൂനിയസ് ഒന്നാമത്തത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂട്ടി. രണ്ടാമത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞ കൊർണീലിയസ് ടാസിറ്റസ്. മൂന്നാമത്തത് അവർ ട്രയലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. പക്ഷെ ഈ ജോസിഫസിന്റെ പ്രോബ്ലം ഒരാളുടെ പറഞ്ഞിട്ടുണ്ട്. സോറി, ഇത് പറഞ്ഞ് ഇപ്പൊ ഈ ഫിലാത്തോസിന്റെ കാര്യം പറഞ്ഞത് ജോസിഫസും പറഞ്ഞു. 5 ഇഷ്യൂസ് ആണ് ഫിലാത്തോസ് ഇവരും തമ്മിലുള്ള. ആ 5 ഇഷ്യൂസ് കാരണമാണ് നമ്മുടെ ക്ലാസ് ഉണ്ടല്ലോ മറ്റേ ഇനി വരുന്ന ബേത്ലഹേം ടു മൗണ്ട് ഒലീവ്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് 5 ഇഷ്യൂസിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അദ്ദേഹം ഈ 3 ഹിസ്റ്റോറിയൻസും വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ എവിടെ വരെ തീർന്നില്ല, സോറി. ആദ്യം നമ്മൾ പറഞ്ഞു ഹന്നാസ്, രണ്ടാമത് കയ്യാഫസ്, മൂന്നാമത് സന്നിധി സംഘം, 4ാമത് പീലാത്തോസ്. ദേഷ്യം വന്നിട്ട് ഹെരോദാവിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അതിന്റെ റീസൺ നമുക്ക് പിന്നെ പറഞ്ഞുതരാം. 5ാമത്തെ പീലാത്തോസ്, ഹെരോദാവ്. 6ാമത് വീണ്ടും അവിടെ വന്നു പീലാത്തോസ്. അപ്പൊ 5 കോടതി 6 പ്രാവശ്യം വിസ്തരിക്കുന്നു. പീലാത്തോസിന്റെ കോടതി ആകെ 3 പ്രാവശ്യം കർത്താവിനെ വിസ്തരിക്കുക. പീലാത്തോസിന്റെ കോടതി 3 പ്രാവശ്യം കർത്താവിനെ വിസ്തരിക്കുക. ആ വിസ്താരത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നൊരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിട്ടില്ല. കർത്താവിനെ വെച്ചാൽ അധികം താമസിക്കാതെ പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ബേത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന ക്ലാസ്സിൽ ഇരുന്നോണം. പിൻ ഡ്രോപ്പ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മിനിറ്റ് ആ ക്രൂസിഫിക്ഷനിൽ നിന്ന് സംഭവിച്ചു. കർത്താവിനെ പാതിരാത്രി 1 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് മുതൽ ക്രൂശെ കടന്ന് ലാസ്റ്റിൽ കൽ ആഹ് മീൻസ് നിവൃത്തിയായി എന്ന് പറയുന്നത് വരെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും സംഭവിച്ച മുഴുവൻ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടും. ഏത് ക്ലാസ്സിൽ? ബേത്ലഹേം ടു മൗണ്ട് ഒലീവിൽ കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കിക്കോണം, കയറിക്കോണം, പഠിച്ചോണം, പോയി പ്രസംഗിച്ചോണം. ഓക്കെ, അപ്പൊ ഞാൻ എവിടെ വരെ പറഞ്ഞു? അത്രയും പേര് പറഞ്ഞത്. ഇനി നമ്മുടെ കൊർണീലിയസ് ടാസിറ്റസ് ഉണ്ടല്ലോ, കൊർണീലിയസ് ടാസിറ്റസ് ഇവരുടെ ചരിത്രം പറഞ്ഞപ്പോ, റോമാക്കാരുടെ ചരിത്രം പറഞ്ഞപ്പോ എഴുതി വന്നപ്പോ അഗസ്റ്റസ് സീസർ പറഞ്ഞ കാര്യത്തെ പറ്റി പറയാൻ പോവാം. സോറി, അഗസ്റ്റസ് സീസർ അല്ല, ക്ലോഡിയസ്, എംപറർ ക്ലോഡിയസ് പറഞ്ഞ കാര്യത്തെ പറ്റി പറയാം. എന്താ പറയാ? സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക്, ഐ എം സോറി. എംപറർ നീറോ പറഞ്ഞ കാര്യത്തെ പറ്റി ഞാൻ പറയാൻ പോവാം. എന്താ നീറോ പറഞ്ഞറിയാമോ? ദ ക്രിസ്ത്യൻസ് ആർ നെയിംഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്. ഈ ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു കൂട്ടിറങ്ങിയിരിക്കുക. ഹൂ ഈസ് crucified by one of our governors named Pontius Pilate.
നമ്മുടെ ഗവർണർമാരിൽ ഒരാളായ പൊന്തിയോസ് പൗലോസ് യേശുവിനെ ക്രൂശിച്ചതാണ്. ആൻഡ് ദ പെർനീഷ്യസ് സൂപ്പർസ്റ്റിഷൻ വാസ് ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റ്. ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ നാശം പിടിച്ച സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം ഏതാണ്ട് നമ്മൾ തുടച്ചു നീക്കിയ അതോടെ പക്ഷെ സഡൻലി ഗെയിൻഡ് ന്യൂ വിഗർ ആൻഡ് കം ആസ് ഫാർ ആസ് റോം. പക്ഷെങ്കിൽ അതിപ്പം പുതിയ വിഗർ എടുത്ത് ഇപ്പം നമ്മുടെ റോമിൽ വരെ യെരുശലേമിൽ നിന്ന് അത് വന്നിരിക്കുന്നു. ഇത് ആരിൽ ഞാൻ കോട്ട് ചെയ്തതാണ്? നീറോ പറഞ്ഞ കാര്യം. കൊർണീലിയസ് ടാസിറ്റസ് എഴുതി വെച്ചത് ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞ നിങ്ങളോട് മനസ്സിലായി. കൊർണീലിയസ് ടാസിറ്റസ് എഴുതി വെച്ചത് ഞാൻ നിങ്ങൾ കോട്ട് ചെയ്ത് പറഞ്ഞ. അപ്പം നീറോ 4 കാര്യങ്ങൾ സ്ഥാപിക്കുക. ശ്രദ്ധിച്ചോണം, നീറോ 4 കാര്യങ്ങൾ സ്ഥാപിക്കുക. ഒന്നാമത്തെ കാര്യം, there was a Jesus Christ, അല്ലേ? ഒരു യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു റോമൻ ഗവർണറാണ് അയാളെ ക്രൂശിച്ചത്. ആ ഗവർണറുടെ പേരും പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഇയാളിതാ വീണ്ടും എഴുന്നേറ്റിരിക്കുന്നു, ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. നാലാമത്തെ കാര്യം, അയാളുടെ ഫോളോവേഴ്സ് ലോകം മുഴുവൻ പറയണം. ഇതാര് പറഞ്ഞതെന്ന് പറഞ്ഞ് നീറോ ചക്രവർത്തി പറഞ്ഞെന്ന് ആര് പറഞ്ഞു? കൊർണീലിയസ് ടാസിറ്റസ്. എവിടെ കിട്ടും? നെറ്റിൽ അടിച്ചു നോക്കണം കൊർണീലിയസ് ടാസിറ്റസ് ഉണ്ടോ എന്ന്. കൊർണീലിയസ് ടാസിറ്റസ് നെറ്റിൽ ഉണ്ടെങ്കിൽ അതിൽ റൈറ്റിംഗ്സ് അവിടെ തന്നെ എടുക്കണം. കാശ് കൊടുത്ത് മേടിക്കേണ്ടതേ, റൈറ്റിംഗ്സ് എടുക്കുക. ഈ കൊട്ടേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് the crucifixion actually took place. ഇനി നിങ്ങൾ നോക്കിക്കോണേ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന, അതായത് 31 മെയ് 1930 ജനിച്ച് ഇപ്പൊ 91 വയസ്സായിരിക്കുന്ന ഒരപ്പച്ചനുണ്ട് കേട്ടോ. ഈ അപ്പച്ചന്റെ പേര് പോൾ എറ്റ് മെയർ എന്ന്. പോൾ എൽ ക്യാപിറ്റൽ എൽ, മയർ MAIER മയർ. പോൾ എൽ മയർ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റി. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയോ പോൾ എൽ മയർ എന്ന്. ഈ പോൾ എൽ മയർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് പൊന്തിയസ് പൈലറ്റ് എന്ന. പൊന്തിയസ് പൈലറ്റ് എന്നയാളുടെ പുസ്തകത്തിൽ ഇയാള് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ഏത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഉയർത്തെഴുന്നേൽപ്പിന്റെ. മനസ്സിലായോ? പോൾ എൽ മയർ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുക യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഉയർത്തെഴുപ്പ് എന്ന വിഷയത്തിൽ. ഇനി ഞാൻ ഓരോ എഴുത്തുകാരനെ കൂടെ നിങ്ങൾ പറഞ്ഞുതരാം. അയാളുടെ പേര് പോൾ വിന്റർ എന്നാണ്. പോൾ വിന്റർ 1904 ജനിച്ച് 1969 മരിച്ചുപോയ വളരെ ഗ്രേറ്റ് ആയ ഒരു യഹൂദനാണ്. ആര്? പോൾ വിന്റർ. അയാളുടെ ദ ട്രയൽ ഓഫ് ജീസസ് എന്നൊരു പുസ്തകമുണ്ട്. ദ ട്രയൽ ഓഫ് ജീസസ് എന്നൊരു പുസ്തകമുണ്ട്. ദ ട്രയൽ ഓഫ് ജീസസ് എന്ന പുസ്തകത്തിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുക. ഫുൾ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുക. മനസ്സിലായോ? ഇങ്ങനൊരു ട്രയൽ നടന്നതായിട്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് absolutely and unquestionably true. Absolutely and unquestionably true. That's where we are standing. Okay. Thank you, sir. Sir, the darkness on the earth ne kuriche oru question choikkandairunnu. The darkness on the earth during crucifixion. Sir, adoru 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഡാർക്ക്നെസ്സിനെ കുറിച്ചിട്ട് നമ്മളെ ബൈബിളില് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. We read like from the Matthew. Okay, where ചോദ്യം ചോദിച്ചു. Now from the 6th hour until the 9th hour there was darkness over all the earth, all the land എന്ന് mention ചെയ്തിട്ടുള്ളത്. Sir, in this case, was this a solar eclipse? Because it is in the 6th hour എന്ന് പറയുന്നത് 12 o'clock, 12 noon. Not to check. Okay. അത് മുതൽ 3 മണി വരെ.
Is it a solar eclipse that is mentioned? And is it that darkness that was which happened during the 9th plague? Okay. ഈജിപ്ഷ്യൻസിന്റെ ആ പ്ലേഗിലുള്ള അതാണോ? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇത് വെറും ജെറൂസലേം ഓർ ദ സറൗണ്ടിങ് ഏരിയ, ഓർ ഇസ് ഇറ്റ് ദ ഹോൾ ഇസ്രയേൽ, ഓർ ഇസ് ഇറ്റ് ദ ഹോൾ എർത്ത്? ഈ ലാൻഡ് എന്ന് പറയുന്നത് അത് ഒന്ന് സ്പെസിഫൈ ചെയ്യാമോ സർ? ഓക്കെ, യെസ്. ഇപ്പം നമ്മുടെ ഈ ലോകത്തിന് 2 ഹെമിസ്ഫിയർ, ഒന്ന് ഈസ്റ്റേൺ ഹെമിസ്ഫിയറും 2 വെസ്റ്റേൺ ഹെമിസ്ഫിയറും. ഒരു സ്ഥലത്ത് ഇരുളാണെങ്കിൽ മറ്റു സ്ഥലത്ത് വെളിച്ചം, എപ്പോഴും അങ്ങനെ അല്ലേ? അപ്പൊ അവിടെ ഈ ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിനെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നട്ടുച്ചയ്ക്ക് ഇരുട്ടുണ്ടായാൽ ആരും അറിയത്തില്ല. വാർത്ത ഉണ്ടാകത്തില്ല, വാർത്ത ഉണ്ടാകും അല്ലേ? ലോകം അതിനെപ്പറ്റി എഴുതത്തില്ല, റിപ്പോർട്ട് ചെയ്യത്തില്ലയോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എഴുത്തുകാരന്റെ പേര് പറഞ്ഞുതരാം. ആ എഴുത്തുകാരന്റെ പേര് ഫ്ലഗൻ എന്നാണ്. PHLEGAN, ഫ്ലഗൻ. ആരാ ഫ്ലഗൻ? ഫ്ലഗൻ 2nd സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഇന്റലിജന്റ് ആയ ഗ്രീക്കോ റോമൻ ഫിലോസഫറാണ്. ഗ്രീക്കോ റോമൻ ഫിലോസഫർ, ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു, ബട്ട് എ റോമൻ സിറ്റിസൺ. അതുകൊണ്ട് ഗ്രീക്കോ റോമൻ ഫിലോസഫർ. ഫ്ലഗൻ, അയാളുടെ റൈറ്റിംഗ്സ് ഓഫ് ഫ്ലഗൻ എന്ന പുസ്തകം നിങ്ങൾ നോക്കിയാൽ, റൈറ്റിംഗ്സ് ഓഫ് ഫ്ലഗൻ എന്ന പുസ്തകം നിങ്ങൾ നോക്കിയാൽ ഈ സംഭവത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ്. അപ്പൊ ഏതെല്ലാം വന്നു? ഇരുളുണ്ടായി, അതിനോടനുബന്ധിച്ച് ബാക്കി പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശരിക്കും സംഭവിച്ചതാണെന്ന്, ഡേറ്റും ടൈമും വെച്ച് ഇത്രാം തീയതി ഇത്ര മണിക്കാണ് സംഭവിച്ചതെന്ന്, ഇന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇരുണ്ടുപോയെന്ന്, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ മുഴുവൻ ഇരുണ്ടുപോയതാണെന്ന് ഫ്ലഗൻ അയാളുടെ ഹിസ്റ്റോറിക്കൽ ഫിലോസോഫിക്കൽ റൈറ്റിംഗിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റൈറ്റിംഗ്സ് ഓഫ് ഫ്ലഗൻ, ഇത് 2nd സെഞ്ചുറിയിൽ എഴുതിയതാണ് കേട്ടോ. ഇതൊന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഒരുത്തരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ചെയ്യാൻ അന്ന് ക്രിസ്ത്യാനിറ്റിക്ക്, ഇത് ഡിഫെൻഡ് ചെയ്യാൻ ക്രിസ്ത്യാനിറ്റിക്ക് ബലമില്ല. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാൻ. പക്ഷെ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? അൺക്വസ്റ്റ്യനബിളി ട്രൂ ആയിരുന്നു ഇത് എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അൺക്വസ്റ്റ്യനബിളി ട്രൂ ആയിരുന്നു ഇതെന്നുള്ളതുകൊണ്ടാണ്. സോ റെഫർ ടു ഫ്ലഗൻ. യെസ് സർ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ സർ, നമ്മൾ ഇതിനോടനുബന്ധിച്ച് വായിക്കാൻ ഒന്നുകൂടിയുണ്ട്. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ കീറി എന്നുള്ളത്. നമ്മള് ആ വെയിലിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഏകദേശം 60 feet നീളം, 4 inch തിക്നെസ്, ഇതെല്ലാം കണ്ടുനിന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെയുള്ള ഇപ്പൊ ജൂയിഷ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും അല്ലെങ്കിൽ യഹൂദ പൗരന്മാർക്കൊന്നും എന്തുകൊണ്ട് ഇതിലൊന്നും ഒരു വിശ്വാസം വന്നില്ല? ഇത് ക്രിസ്തു തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എന്തുകൊണ്ട് ആ ജനതയ്ക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല? അവരപ്പോഴും എതിർക്കുകയായിരുന്നല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് മുഴുവനും ജ്യൂസ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് മുഴുവനും ജ്യൂസ് ആയിരുന്നു. 2nd ജനറേഷൻ ക്രിസ്ത്യൻസിലെ ജെന്റൈൽസ് വരുന്നത്. അവരെങ്ങനെ ക്രിസ്ത്യൻസ് ആയത്? അവർ ക്രിസ്ത്യൻസ് ആകാൻ വിശ്വസനീയമായി എവിഡൻസ് അവരുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്. മനസ്സിലായോ? അവരുടെ കണ്ണിന് മുമ്പിലുണ്ട്. അതിലൊന്നാണ് ഏത്? ഈ ടോൺ വീൽ എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? ഈ ടോൺ വീൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരിക്കലും കീറാൻ ഒക്കത്തില്ല. 6 കുതിരകളെ 2 സൈഡിലായിട്ട് 12 കുതിരകളെ നിർത്തി വലിച്ചാൽ കീറാത്ത സാധനമാണ്. ആ സാധനമാണ് ഇവിടെ ടോൺ ഔട്ട് ആയിരിക്കുന്നത്. മനസ്സിലായോ? ആ സാധനമാണ് ഇവിടെ ടോൺ ഔട്ട് ആയിരിക്കുന്നത്. ഈ ഫസ്റ്റ് ജനറേഷൻ ജ്യൂസ് എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നുള്ളത് ഞാൻ ഒരിക്കൽ വേറൊരു ക്ലാസ് അതിനെ പറ്റി പറഞ്ഞായിരുന്നു. വിശ്വസിച്ച യഹൂദന്മാരും വിശ്വസിക്കാത്ത യഹൂദന്മാരും. വിശ്വസിച്ച യഹൂദന്മാർ കർത്താവ് പറഞ്ഞ അടയാളം കണ്ടിട്ട് റിവർ ക്രോസ് ചെയ്ത് ഓടി രക്ഷപ്പെട്ട കാര്യവും, വിശ്വസിക്കാത്തവർ അവിടെ കിടന്ന്
ചത്തുപോയ കാര്യമെല്ലാം വേറെ ക്ലാസ്സിൽ പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഒലീവ് ട്രീ മീറ്റിംഗിലായിരുന്നു പറഞ്ഞതാണ്. ഓക്കെ, യെസ്, യു ഗോട്ട് എനിത്തിങ് എൽസ് ടു ആസ്ക് മീ? യെസ് സർ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ. നമ്മളിപ്പോ വിശുദ്ധ വേദപുസ്തകത്തില് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിഷയത്തോടനുബന്ധിച്ച് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ചോദിക്കുന്നില്ല. എങ്കിലും സാർ, ഇത് കണ്ടുകൊണ്ട് ഇന്നൊരു ജനസമൂഹം ഉണ്ട് അവിടെ അല്ലേ? കാര്യം കുരിശിൽ തറച്ചു വന്ന ജനസമൂഹം, ഈ ജനസമൂഹം നോക്കി നിൽക്കെ കുരിശിൽ തറച്ചു വന്നൊരു വ്യക്തി വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു എന്നത് തന്നെ ഒത്തിരി അമ്പരപ്പും പരിഭ്രമവും എല്ലാം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഉണ്ടാക്കാവുന്ന കാര്യം. ഇതിനെ കുറിച്ച് അക്കാലത്തെ ജനങ്ങളുടെ, ഹിസ്റ്റോറിയൻസിനെ അല്ല ഞാൻ ചോദിച്ചത്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒത്തിരി പേര് ഇതിന്റെ സാക്ഷികളായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ എവിഡൻസും അതിനകത്ത് കൂട്ടിക്കാണിച്ചു. ഡോക്യുമെന്റൽ എവിഡൻസ്, ജിയോഗ്രാഫിക്കൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഇത് മുഴുവൻ നമുക്ക് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയത്തിൽ കൊടുക്കും എവിഡൻസ് ആയിട്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. നമുക്ക് ഇച്ചിരി ഹിസ്റ്ററി ആദ്യം പറയാം. ഈ ഉയർത്തെഴുന്നേൽപ്പിൽ കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ടർക്കിയുടെ, അതായത് ഏഷ്യ മൈനറിന്റെ ഗവർണറായിട്ട് പ്ലിനി ദ യങ്കർ എന്ന ആളിനെ നിയമിച്ചു. പക്ഷെ ഏഷ്യ മൈനർ മുഴുവൻ ക്രിസ്ത്യാനിറ്റി അങ്ങ് വ്യാപിച്ചു. ഏഷ്യ മൈനർ മുഴുവൻ ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചു കഴിഞ്ഞപ്പോ ഇവന്മാര് എന്താ ചെയ്യേണ്ട ഒരു പിടിയും കിട്ടുന്നില്ല. പ്ലിനി എന്ത് ചെയ്തു? റോമിലോട്ട് എഴുതി. ആ റോമിലോട്ട് എഴുതിയ കാര്യമില്ല. യേശു ക്രിസ്തു, ഇവ ക്രിസ്ത്യാനി എന്ന് പുതിയൊരാൾക്കാരുണ്ടായി. അവരെല്ലാ ഞായറാഴ്ചയും രാവിലെ ഉറക്ക ഹിംസ് പാടും. അവരുടെ രീതികളെല്ലാം നമ്മുടെ രീതിക്കെതിരാ. അവർ റോമൻ ലോയ്ക്കെതിരാ. അവര് കാരണം നമ്മുടെ ഫൈനാൻസ് തകരും. എന്തോ ഫൈനാൻസ് അറിയാമോ? റോമിന്റെ പ്രധാന ഫൈനാൻസ് ആണ് അടിമ വ്യാപാരം. ഒരു പെൺവാണിപ്പ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മറ്റു രാജ്യങ്ങളിൽ പിടിച്ചുകൊണ്ടുവന്ന് അവരെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ലൈസൻസ് കൊടുത്ത് വിടുക. അപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇത്ര രൂപ വെച്ച് എല്ലാ മാസവും ലോക്കൽ ഗവൺമെന്റ് ഓഫീസിൽ അടയ്ക്കണം. ഒരു ഭയങ്കര വരുവാണ് റോമിന്റെ. രണ്ടാമത്തെ മദ്യപാനം. അപ്പൊ ക്രിസ്ത്യാനികളായി തീർന്നവർ ഇതിന് പോകത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പെൺപിള്ളേർക്കൊന്നും വരുമാനമില്ല, ജോലിയില്ല. മനസ്സിലായോ? ഇങ്ങനെ അങ്ങനെ തിരിയുന്ന പിള്ളേരോ ഇവർ ഈ പണിക്കൊന്നും പോകത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റോമിന്റെ വരുമാനം കുറയും. പ്ലിനി ആവശ്യപ്പെടുക, നമ്മൾ എന്തോ ചെയ്യണം? ഉടനെ റോമിൽ നിന്ന് പ്ലിനിക്ക് മറുപടി കൊടുക്കുക, യെസ്, നീ പറഞ്ഞ കാര്യം ശരിയാ, പക്ഷെങ്കിൽ നമ്മളൊരു ഫ്രീ സൊസൈറ്റി ആയതുകൊണ്ട് നിങ്ങൾ അവരുടെ മേൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കരുത്. ഇത് പ്ലിനി ദ യങ്കർ എന്ത് ചെയ്യണം? നെറ്റ് കയറി പ്ലിനി ദ യങ്കർ എന്നടിക്കണം. PLNEY, പ്ലിനി ദ യങ്കർ എന്നടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോണേ. എനിക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത് ക്രിസ്ത്യാനികളല്ല, പിന്നെ പട്ടാളക്കാരാണ്. മനസ്സിലായോ? പിന്നെ ആരെ റിപ്പോർട്ട് ചെയ്ത്? പട്ടാളക്കാരൻ. മൂന്നാമത്തെ എവിഡൻസ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ഡിക്ലറേഷൻ നടത്തുന്നത് ദൂതന്മാരാണ്. ആർക്ക് ഡിക്ലറേഷൻ കൊടുക്കുന്നത്? സ്ത്രീകൾക്ക് ഡിക്ലറേഷൻ കൊടുക്കുന്നത് അല്ലേ? നാലാമത്തെ കാര്യം, ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് യേശു ക്രിസ്തു തന്നെ സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി കാണിച്ചു കൊടുക്കും. അഞ്ചാമത്തെ കാര്യം, ശിഷ്യന്മാർ കല്ലറയ്ക്കൽ വന്നിട്ട് റെക്ടിഫൈ ചെയ്യുന്നു. ആറാമത്തെ കാര്യം, ക്രിസ്ത്യാനിറ്റിയുടെ ദ ബർത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ ഓപ്പൺ ടു ഹർ. ഏഴാമത്തെ കാര്യം, റോമൻ ഗവർണേഴ്സ് ബാക്കി മുഴുവൻ പേരും എംബാരസ്ഡ് ആയി. കാരണം ആ ടൂം കഴിഞ്ഞ 2000 കൊല്ലമായി തുറന്നു കിടക്കുക. മനസ്സിലായോ? ജിയോഗ്രാഫിക്കൽ, സർക്കംസ്റ്റാൻഷ്യൽ, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്, മുഴുവൻ എവിഡൻസും 2000 കുറഞ്ഞു കിടക്കുക. കാരണം ദൂതൻ അതിന്റെ മണ്ടക്കിരിക്കുക, കല്ല് ഇവർ കടയ്ക്കാനൊക്കെ. ദൂതം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്
ഈ കാര്യം മുഴുവൻ അവിടെ ഫ്ലാഷായി. വരുന്നവര് വന്ന് നോക്കുമ്പോൾ ഈ കർത്താവിനെ പൊതിഞ്ഞ് തുണിയൊക്കെ നല്ല വൃത്തിയായിട്ട് മടക്കി അവിടെ വെച്ചിരിക്കുകയാണ്. സോ ദ ഡെഡ് ബോഡി ഈസ് മിസ്സിംഗ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏതാള് ഡെഡ് എന്ന് പറയുന്നു ആ ആള് ലൈവായിട്ട് 500-ൽ അധികം പേർക്ക് പ്രത്യക്ഷനായി. 10 പ്രാവശ്യം ആയിട്ട് 500-ലധികം പേർക്ക് ലാസ്റ്റ് പ്രത്യക്ഷനാകും. എങ്ങനെ? കർത്താവ് ശിഷ്യന്മാരെ ആദ്യം തിരഞ്ഞെടുക്കുമ്പോൾ 500 പേരെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുക്കും ഗലീലയിൽ. ലാസ്റ്റിൽ പോകുന്നതിന് മുൻപേ 500 പേർക്ക് പ്രത്യക്ഷനായി. ഗോട്ട് മീ? അപ്പൊ ആ കാലത്ത് എല്ലാവർക്കും അറിയാം. എന്താ അറിയാം? ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അതൊരു ആ ഓപ്പൺ ടൂം ഒരു മാറ്റർ ഓഫ് എംബാരസ്മെന്റ് ആയിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് 1908-ൽ ജനിച്ച് 1990-ൽ മരിച്ച ശ്ലോമോ പൈൻസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ജൂവിഷ് എഴുത്തുകാരനാണ്. ശ്ലോമോ, SHLOMO, ശ്ലോമോ പൈൻസ്, PINES, ശ്ലോമോ പൈൻസ്. ശ്ലോമോ പൈൻസ് എന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ദ മാക്സിമം ഓർ പോസിബിൾ ഡീറ്റെയിൽസിൽ എന്തെന്നറിയാമോ ഈ കാര്യം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അയാളുടെ ജൂവിഷ് ആൻഡ് ക്രിസ്ത്യൻ വേൾഡ് ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകത്തിൽ ശ്ലോമോ പൈൻസ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഈ സംഗതി ഇവിടെ നിർത്താൻ പോവാം. എന്നറിയാമോ? ഇന്ന് നിങ്ങൾ നെറ്റിക്കേറി അടിച്ചാൽ നിങ്ങൾക്ക് പ്രൊഫസർ കാരൻ കിങ് എന്നൊരാളിനെ കിട്ടും. പ്രൊഫസർ കാരൻ, KAREN, കാരൻ കിങ്. പ്രൊഫസർ കാരൻ കിങ് ആരെന്നറിയാമോ? പ്രൊഫസർ കാരൻ കിങ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ജസ്റ്റ് അടിച്ചു നോക്കൂ, പ്രൊഫസർ കാരൻ കിങ് കിട്ടും. പ്രൊഫസർ കാരൻ കിങ് ആണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോൾ എൽമയർ കഴിഞ്ഞാൽ ഏറ്റവും ഒത്തന്റിക്കായ പേഴ്സൺ. യേശു ക്രിസ്തു എന്ന ആള് ക്രൂശിക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ എവിടെ തുടങ്ങി? ആദ്യത്തെ ഹിസ്റ്റോറിയനായ ഫ്ലേവിയസ് ജോസീഫസ് തുടങ്ങി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹാർവാർഡിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന കാരൻ കിങ്ങിലെത്തി. റൈറ്റ്? ഇതിനേക്കാൾ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ്, എവിഡൻസ് ഒരൊറ്റ മനുഷ്യനെ പറ്റി തരാൻ ചരിത്രത്തിൽ ആർക്കും കഴിയത്തില്ല. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 101% unquestionably true ആണ്. If you got anything else to ask, you can ask me. സർ, ഒരു ചോദ്യം കൂടിയുണ്ട്. സർ, നമ്മളിപ്പോ ഈ അടുത്ത കാലങ്ങളിൽ ഒരു 2-3 വർഷം, അത് പബ്ലിഷ് ആയിട്ട് കുറച്ച് നാളായി, പക്ഷെ വൈറലായത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. റോൺ വൈത്ത് എന്നുള്ളൊരു ആർക്കിയോളജിസ്റ്റ്, അദ്ദേഹം ഒരു ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ട്. ആർക്ക് ഓഫ് ദ കവനന്റ് അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെബൂഖദ്നേസർ യെരൂശലേം പിടിച്ചിരിക്കുന്ന ആ സമയത്ത് അത് എവിടെയോ ഒളിപ്പിക്കപ്പെട്ടു. യെരമ്യാ പ്രവാചകന്റെ കാലത്ത് അത് ഒളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഈ ആർക്കിയോളജിസ്റ്റ് പറയുന്നത്, അദ്ദേഹം പ്യുവർ ആർക്കിയോളജിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അത്ര വ്യക്തതയില്ല. എങ്കിലും ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നു അദ്ദേഹം പറയുന്നത് ഗോൽഗോത്തായിൽ യേശുവിന്റെ കുരിശിന്റെ താഴെ, ആ പാറയുടെ താഴെ ഒത്തിരി അടിയിൽ ആ ആർക്ക് ഓഫ് ദ കവനന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സാർ ഇപ്പൊ സുവിശേഷ സത്യങ്ങളെ കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഈ കണ്ടെത്തലിനോട് സാർ എങ്ങനെ യോജിക്കുന്നു? അതിൽ എന്താണ് അതിലെ യാഥാർത്ഥ്യം? അപ്പോൾ തന്നെ മറ്റൊരു ടീച്ചിങ്സും കൂടി വരുന്നുണ്ട്. അതായത് ഈ ആർക്ക് ഓഫ് ദ കവനന്റ് സെന്റ് മേരി ഓഫ് സിയോൺ കത്തീഡ്രൽ അക്സം എത്യോപ്യ, ആ റീജിയനിലുള്ള ഈ ഒരു ബസിലിക്കയില് ഇത് ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിലെല്ലാം എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ നമ്മുടെ റോൺ വൈത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളിൽ സാറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഒരു ആൻസർ ഇല്ല, യാഥാർത്ഥ്യമില്ല. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് യാഥാർത്ഥ്യമില്ല? അതാണ് വരാൻ പോകുന്നത്. 410 AD റോമൻ സാമ്രാജ്യം ഡിസിൻറ്റഗ്രേറ്റഡ് ആകുന്നു.
അതോടുകൂടി എ ഡാർക്ക് കേർട്ടൻ ഫെൽ ഓൺ ദ സർഫസ് ഓഫ് ദ വേൾഡ്. പിന്നെ ഇരുണ്ട യുഗം ആരംഭിക്കുക. ഈ ഇരുണ്ട യുഗത്തിൽ ധാരാളം സൂപ്പർസ്റ്റിഷൻസ് ഉണ്ടായി. കേട്ടോണേ, ഈ സൂപ്പർസ്റ്റിഷൻസ് മുഴുവൻ ശേഖരിച്ചെഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഫ്രം റിച്വൽസ് ടു റൊമാൻസ് എന്നാണ്. ഈ ഫ്രം റിച്വൽസ് ടു റൊമാൻസ് എഴുതിയിരിക്കുന്നത് ജെസ്സി വെസ്റ്റൺ എന്നതാണ്. ജെസ്സി വെസ്റ്റൺ. നിങ്ങൾക്കത് നെറ്റിൽ കയറി തപ്പാം, ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാം. പഴയ പുസ്തകം, നല്ല പുസ്തകമാണ്. ജെസ്സി വെസ്റ്റൺ. ഈ ജെസ്സി വെസ്റ്റൺ പറയുന്ന അന്ന് പ്രചരിച്ച സൂപ്പർസ്റ്റിഷൻസ് ഒന്ന്, ഈ ആർക്ക് ഓഫ് ദ കവനന്റ് ഈ ക്രൂശിന് താഴെ ഉണ്ടായിരുന്നു. രണ്ട്, ഈ കുത്തിയ കുന്തം അയാളോട് വെച്ചിട്ട് പോയിരുന്നു. ഈ ചോര ഒരു പാത്രത്തിൽ ചെന്ന് വീഴുന്നു. മനസ്സിലായോ? ഈ ശൂലം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ പാത്രം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം ഈ ശൂലത്തിനും ഈ പാത്രത്തിനും രണ്ട് പ്രത്യേകത ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഈ ശൂലം മെയിൽ സെക്സ്വൽ ഓർഗൻ ആണെന്നും ഈ പാത്രം ഫീമെയിൽ സെക്സ്വൽ ഓർഗൻ ആണെന്നും ഈ ശൂലത്തെ ഈ പാത്രത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിച്ചു വരുമെന്നും ഇതിനെ നമ്മൾ ആരാധിക്കാതിരുന്നാൽ നമ്മുടെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇതിനെ ബേസ് ചെയ്ത് ഫിഷർ കിങ് എന്നൊരു കിങ് ഉണ്ടാവുകയും അയാളുടെ രാജ്യത്തിൽ ഈ ശൂലത്തെ നിഷേധിച്ചതുകൊണ്ട് അവർ മുഴുവൻ ഇൻഫെർട്ടൈലായി പോവുകയും പിന്നെ ആളുകൾ ഈ ശൂലത്തെ അന്വേഷിച്ച് പോകുന്നതായിട്ടുള്ള ദീർഘമായ കഥകളാണ് ഏത് ഈ ഫ്രം റിച്വൽസ് ടു റൊമാൻസ്. ഈ ഫ്രം റിച്വൽസ് ടു റൊമാൻസ് എന്ന പുസ്തകം ഇത് മുഴുവൻ കള്ളത്തരമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അതിൽ പറഞ്ഞ അവർ അത് ശരിയെന്നല്ല പറഞ്ഞു, കള്ളമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് തെളിയുന്നത് എന്നറിയാമോ? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ച ശേഷം ന്യൂ എറ ഉണ്ടാകുന്നത്, എറ ഓഫ് സയൻസ് ഉണ്ടാകുന്നത് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ഫോഴ്സ്. അതിനുശേഷം സയൻസിന്റെ എറ ഉണ്ടാകും. സയൻസിന്റെ എറ ഉണ്ടായപ്പോൾ ഇത് മുഴുവൻ കള്ളത്തരമാണെന്നും ഇങ്ങനൊരു കപ്പില്ലെന്നും ഇങ്ങനൊരു ലാൻസ് ഇല്ലെന്നും ഇങ്ങനൊരു പെട്ടി അതിൻ്റെ അടിയിൽ ഇല്ലായിരുന്നുള്ളതും ആബ്സല്യൂട്ട്ലി ക്ലിയർ ആയിട്ട് തെളിഞ്ഞ കാര്യമാണ്. ഇനി ഇതിന്റെ പിന്നിൽ വേറൊരു ഫോഴ്സ് ഉണ്ട്. അതൊരു പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. ടൈം ഒരുപാട് പോയി. വേറൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകവും സത്യങ്ങളും മുഴുവനും തെറ്റാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സ്യൂഡോ സയന്റിസ്റ്റും സ്യൂഡോ ഹിസ്റ്റോറിയൻസും, അതായത് കപട ശാസ്ത്രജ്ഞന്മാരും കപട ചരിത്രകാരന്മാരും കപട ഫിലോസഫേഴ്സും ഇറങ്ങിയിരിക്കുന്ന കാലമാണ്. നമ്മുടെ ഈ പഠനങ്ങൾക്ക് ഒരു സൈറ്റ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ച് ക്രിസ്ത്യൻസ് എലീറ്റ് എന്ന് പറഞ്ഞൊരു പേരിട്ട് സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കയറി നോക്കിയപ്പം അതിൽ മുഴുവനും വൃത്തികെട്ട ഫിലിംസാണ്. 40,000-ഓളത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ക്രിസ്ത്യൻസ് എലീറ്റ് എന്ന് നെറ്റിൽ അടിച്ചാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഏറ്റവും വൃത്തികെട്ട കാര്യം കിട്ടത്തുള്ളൂ. ആരാ ഇതിന്റെ പിന്നിൽ? ഇന്ന് പാസ്റ്റർ കെ ജോൺ ഞാനോട് സംസാരിച്ചു. അദ്ദേഹം ഇന്നത്തിരിപ്പുണ്ട്. അദ്ദേഹം പറയും, ഞാൻ പറഞ്ഞു കേട്ടു അദ്ദേഹം തൽമൂദുകളും സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ തൽമൂദുകൾ എന്ന് പറഞ്ഞ് അവിടെ കിട്ടുന്ന പുസ്തകം എന്തെന്നറിയാമോ? തൽമൂദുകളെ വഴിതെറ്റിക്കുന്ന പുസ്തകങ്ങളാണ്. തൽമൂദിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വഴിതെറ്റിക്കുന്ന പുസ്തകങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിസ്തുല്യതയും യേശുക്രിസ്തുവിന്റെ ചരിത്ര പശ്ചാത്തലത്തെയും വഴിതെറ്റിക്കുന്ന കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ധാരാളം സ്റ്റഡീസ് ലോകത്തുണ്ട്. അപ്പോ ഇതിന്റെ എൻറ്റയറിറ്റി ഞാൻ എവിടാ തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് ഫ്ലേവിയസ് ജോസീഫസ് അല്ല. വന്ന് നിർത്തിയത് എവിടാ? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് നിർത്തിയിരിക്കുന്നത് അല്ലേ? അത് മുഴുവൻ ട്രൂ സ്ട്രീംസ്, ശരിയായ സ്ട്രീംസ്. അതിനകത്ത് കൊറിലേറ്റ് ചെയ്ത് വരാത്തത് മുഴുവനും ഫോർജറിയാണ്. എന്തിനാ ഇത് വന്നിരിക്കുന്ന അറിയാമോ? യങ് ജനറേഷനെയും സത്യാന്വേഷണങ്ങളെ വഴിതെറ്റിക്കുന്നത്. Now, I have to conclude. Thank you very much, Anuj sir, for your active involvement. Thank you. And Sister Shaini Babu for your very active involvement. God bless you. I cannot answer any more questions because the time is over. Now the screen is back to the host. May the Lord bless all of you abundantly, exceedingly. Thank you all.
കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സെഷൻ കൂടി ഈ സന്ധ്യാസമയത്ത് നമുക്ക് പ്രിയ ബാബു സാറിലൂടെ ലഭിക്കുകയുണ്ടായി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ ബ്രദർ അനൂജ് ബാലകൃഷ്ണൻ, സിസ്റ്റർ ഷൈനി ബാബുവിനുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ശ്രോതാക്കളായി കടന്നു വന്നതായി പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് ജനുവരി 6 തീയതി അല്ലേ സാറേ? ജനുവരി 6 തീയതി അല്ലേ? ജനുവരി 6-നാണ്. ജനുവരി 6-നാണ് 2022 ജനുവരി 6 മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. തുടർച്ചയായുള്ള ക്ലാസ്സുകളിലേക്കുള്ളതായ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതായ നമ്പർ 6282013655 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളതായ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ലഭിക്കുവാൻ ഇടയായിത്തീരും. പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു, ഈ ബാബു സാറിൻ്റെ ക്ലാസ്സുകൾ, ലെക്ചർ സീരീസ് തുടർച്ചയായി അറ്റൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും അവരുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രചോദനകരമായ ദൈവവചനത്തിൻ്റെ അധിഷ്ഠിതമായ ആഴമേറിയ സത്യങ്ങൾ പഠിക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതായ കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദയവായി ഈ ക്ലാസ്സുകൾ നിങ്ങൾ മുൻകൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ഇതുവരെ നമ്മൾ നടത്തിയ പല ക്ലാസ്സുകളും സൗജന്യമായിട്ട് നടത്തി. എന്നാൽ ഈ ക്ലാസ് നമ്മൾ അതിനു വേണ്ടി ഒരു ചെറിയ ഫീസ് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് രജിസ്ട്രേഷൻ ഉള്ളതായ അവസരമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജനുവരി 5 തീയതി വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിനുള്ളതായ അവസരം. അതിനുശേഷം ക്ലാസ്സുകൾ ആരംഭിക്കും. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായി സെഷൻ നടത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ ക്രമീകരണങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ടോക്ക് ഷോയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിസ്റ്റോറിക്കൽ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതായ ആ ബൈബിളിന് പുറത്ത് യേശു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമുക്ക് വളരെ മനോഹരമായ സെഷനുകൾ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ദാസന് പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ AC ജോർജ് കുട്ടിച്ചാന് നമ്മുടെ മധ്യത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ദാസൻ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. നിങ്ങളെ കർത്താവ് കേൾപ്പിച്ച് നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനം പഠന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കുന്നു. തുടർന്നുള്ള പഠന പരമ്പര ബെത്ലഹേം മുതൽ ഒലിവുമല വരെയുള്ള കർത്താവ് ജനുവരി 6 മുതൽ ആരംഭിക്കുന്ന വേദപഠന പരമ്പരയെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പങ്കുകൊള്ളുവാനും വചനം പഠിക്കുവാനും ദിവ്യ സത്യങ്ങളും മർമ്മങ്ങളും കർത്താവ് കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുവാനൊക്കെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരവിനായി ഒരുക്കണമേ. നിപത്യൻ കർത്താവ് ഡോക്ടർ അവസാറിനായിട്ട് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. പാർട്ടിസിപ്പേഷനായിട്ടും ഓർഗനൈസ് ചെയ്യുന്നവർക്കായിട്ട് എല്ലാവർക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിനായി തിരുവാൻ ഇടയാക്കണം. രാജ്യവ്യാപ്തിക്കായി നിങ്ങൾ ഉപയോഗിക്കണം. വരവിനാവിരുക്കണം. സകല മഹത്വമാനും കർത്താവിന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്നുള്ള സ്വർഗ്ഗസ്വപിതാവേ. ആമീൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വിശ്വാസവും നാം ഓരോരുത്തരോടും ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിനോടും ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ 2ാമത്തെ വരവരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പുത്രൻ മുഖാന്തരം ജയം നൽകി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ പുതിയ വർഷം പുതിയ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതുവരെ നമ്മളായിരിക്കുന്നിടത്ത് കർത്താവ് നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. സ്തോത്രം.